ഒരു വ്യക്തിക്ക് നല്ല രൂപത്തിൽ അറിവ് നേടാൻ സാധിക്കണമെങ്കിൽ അവന്റെ സമപ്രായക്കാരിൽ നിന്ന് അറിവ് നേടണം, അവനേക്കാളും വലിയവരിൽ നിന്ന് അറിവ് നേടണം, അവനേക്കാളും ചെറിയവരിൽ നിന്ന് അറിവ് നേടണം. അതാണ് ഒരു വ്യക്തി അറിവ് നേടാൻ ഉദ്ദേശിക്കുന്നതിൽ ചെയ്യേണ്ടത് എന്ന് ഷെയ്ഖ് വക്കീ ഇബ്നുൽ ജറാഹ് എന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതൻ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ഫായിദ, നമ്മൾ പൊതുവെ ഈ ചരിത്രങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ അഹ്ലുസുന്നയുടെ ദുറൂസുകൾ നടക്കുന്നുവെങ്കിൽ, അത് വളരെ ചെറിയ ആളുകളാണെങ്കിൽ പോലും, ചെറിയ തുല്ലാബുകളാണെങ്കിൽ പോലും അവരുടെ ദർസുകളിൽ പങ്കെടുക്കാൻ നാം ശ്രദ്ധ കാണിക്കണം. ചില ദർസുകൾ മാത്രം സെലക്ട് ചെയ്ത് ചിലതിന് മാത്രം, അല്ലെങ്കിൽ ചില വ്യക്തികൾ മാത്രം എന്നതിലുപരി അഹ്ലുസുന്നയുടെ ദുറൂസുകളാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി അതിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് നാം വരുമ്പോൾ, അദ്ദേഹം സൗദിയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ വലിയ പല സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അദ്ദേഹം പഠനം പൂർത്തീകരിച്ചതിന് ശേഷം വസാറത്തുൽ അജ്ലിൽ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ അദ്ദേഹം വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു. നമുക്കറിയാം, അങ്ങനെയുള്ള പൊസിഷൻ എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളല്ല. അദ്ദേഹത്തിന് വലിയൊരു മൻസിബ് ദൗല നൽകി, രാജ്യം നൽകി. പക്ഷെ അദ്ദേഹം ആ ജോലിയിൽ നിന്ന് തനിക്ക് രാജി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇൽമിൻ്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ദീവാനുൽ മവാലിമിൽ, അഥവാ സൗദിയിലെ രാജാവ് നേരിട്ട് നടത്തുന്ന ഒരു വിഭാഗം, അതിൻ്റെ ഉദ്യോഗസ്ഥനായി അദ്ദേഹം നിയമിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അദ്ദേഹം അത് ഒഴിവാക്കി. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദിലെ അവിടെ അൽ മഅഹദുൽ ആലി ലിൽ ഖവാഇൽ ഉസ്താദായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പിന്നീടുള്ള കാലം ജീവിച്ചു തീർത്തത്. കാരണം ഇൽമിൻ്റെ മജാലിസുകളുടെ മഹത്വം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ നമ്മൾ സഹോദരങ്ങളോട് ഉണർത്തിയത്. നമ്മളിന്ന് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുന്നത് നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമായി നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമായി തിരിച്ചറിയണം. ഇൽമിൻ്റെ മജാലിസുകളുടെ ശ്രേഷ്ഠതകൾ നമ്മൾ പറയാൻ നിന്നാൽ നമുക്ക് ഈ വിഷയങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. അതല്ലെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നാം ഇന്ന് ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫضലുകളിൽ ഒരു ഫضല് മാത്രം ഉണർത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കുക. പ്രവാചകൻ പറയുന്നു, അള്ളാഹു ഭൂമിയിൽ ചില മലായിക്കത്തുകളെ നിയോഗിക്കും. ഈ മലായിക്കത്തുകളുടെ ഉത്തരവാദിത്വം എന്താണ്? യതതബ്ബഊന മജാലിസ ദിക്ർ, ഓരോരോ പ്രദേശങ്ങളിലും ചെന്ന് അവിടെ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന മജാലിസുകൾ, ദീന് സംസാരിക്കപ്പെടുന്ന മജാലിസുകളിൽ അത് അവർ അന്വേഷിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ ഒരു മജ്ലിസ് അവർ കണ്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ പറ്റി പറയുന്ന, ദീന് സംസാരിക്കുന്ന അള്ളാഹുവിൻ്റെ മസ്ജിദാവട്ടെ മറ്റു സ്ഥലങ്ങളാവട്ടെ, അങ്ങനെയൊന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ ഖഅദു മഅഹും, അവരുടെ കൂടെ മലായിക്കത്തുകൾ ഇരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ മലായിക്കത്തുകൾ ഇങ്ങനെയുള്ള മജാലിസുകൾ തേടി വന്ന് അവിടെ ഇരിക്കും. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ മജ്ലിസ് കഴിഞ്ഞ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ സന്നിഹിതരായ മലക്കുകൾ അള്ളാഹുവിങ്കിലേക്ക് പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവർ പറയും, അള്ളാഹുവെ, നിന്റെ ചില ഇബാദുകൾ, ചില അടിമകൾ ഇതാ ഭൂമിയിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് നിന്നെക്കുറിച്ച് പറയുകയാണ്, നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അള്ളാഹുവിന് അറിയാം. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹു മലായിക്കത്തുകളോട് ചോദിക്കും, എന്താണ് അവരുടെ ആവശ്യം? അവർ പറയും, അള്ളാഹുവെ, അവരുടെ ആവശ്യം നീ അവർക്ക് സ്വർഗം നൽകണമെന്നുള്ളതാണ്. നീ അവർക്ക് സ്വർഗം നൽകണം. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണ്? നമുക്ക് വേണമെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിൽ ചെലവഴിക്കാം, ഭൗതികമായ ഇടപാടുകളിൽ നമുക്ക് സമയം കണ്ടെത്താം, അല്ലെങ്കിൽ ഈ സമയം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്താൽ ഏതാനും പണം സമ്പാദിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് കേൾക്കാൻ മജാലിസുകളിൽ വന്നിരുന്ന മലായിക്കത്തുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ, അവർക്ക് ഒരു ആവശ്യമേ ഉള്ളൂ, അവർക്ക് നിന്റെ സ്വർഗം വേണം. നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് പ്രിയപ്പെട്ടവർ ആ ഒരു ലക്ഷ്യത്തിനാണ്. അള്ളാഹു നാളെ നമുക്ക് സ്വർഗം നൽകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളോട് ചോദിക്കും, മറ്റെന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടോ? അവർ പറയും, അള്ളാഹുവെ, നിന്റെ നരകത്തിൽ നിന്ന് അവർ കാവൽ ചോദിക്കുകയാണ്, നിന്റെ നരകം അവർക്ക് ഭയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, മറ്റെന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടോ? അവർ പറയും, മലായിക്കത്തുകൾ പറയും, അള്ളാഹുവെ, പാപമോചനം അവർ ആഗ്രഹിക്കുകയാണ്. അവർ ജീവിതത്തിൽ ഈമാനിൻ്റെ ബലഹീനത കാരണങ്ങളാൽ ചിലപ്പോഴൊക്കെ തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ നീ കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ അലസത വന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവെ, അവർക്ക് പാപമോചനം വേണം. മലായിക്കത്തുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്കിതാ വിട്ടുവീഴ്ച നൽകുകയാണ്, ഞാൻ അവർക്ക് മാപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹദീസിൻ്റെ പൂർത്തീകരണത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സമയം മലായിക്കത്തുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ, അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു, അവരൊരിക്കലും
ഇങ്ങനെയുള്ള മജാലിസുകൾ ആഗ്രഹിച്ചു വന്നവരല്ല, ഇങ്ങനെയുള്ള സദസ്സുകൾ തേടി വന്നവരല്ല. മറിച്ച് അവർ അതിലൂടെ വഴി യാത്രയായി നടന്നു പോകുമ്പോൾ, അവർ അതിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു മജ്ലിസ് കണ്ടു. ആ മജ്ലിസിൽ അവർ ഇരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് പറയും, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും. ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ദീനിന്റെ മജ്ലിസിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഇന്നിങ്ങനെ സംഗമിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള സദസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ കൂടെ ഇരിക്കുന്നവർക്ക് ഖേദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവുകയില്ല. അതുകൊണ്ട് വഴിയാത്രക്കാരായി അതിലൂടെ നടന്നുപോയ അതിൻ്റെ കൂടെ ഇരുന്ന ആളുകൾക്കും ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് ദീനിന്റെ മജാലിസുകളിൽ നമുക്ക് ഇരിക്കാൻ ഒരു സമയം ചെലവഴിക്കാൻ സാധിച്ചാൽ, ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസിന്റെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന് ഭൗതികമായി നൽകപ്പെട്ടിരിക്കുന്ന വലിയ സമ്പാദ്യം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന വലിയ വലിയ മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതെനിക്ക് വേണം എന്ന് തിരഞ്ഞെടുത്ത മഹാനായ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ് റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മുആമലത്തുൽ ഹുക്കാം എന്ന കിതാബ്, അതുപോലെ അൽ ഹുജജുൽ ഖവിയ്യ അല അന്ന വസാഇല ദഅവ തൗഖീഫിയ്യ തുടങ്ങിയ പല കിതാബുകളും അദ്ദേഹം എഴുതി. അങ്ങനെ വൈജ്ഞാനികമായ ഒരു ജീവിതത്തിനൊടുവിൽ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അൽ ഇഹ്സാ എന്ന് പറയുന്ന പ്രദേശം, സൗദിയിലെ ദമാം പ്രദേശത്ത്, ആ ഭാഗത്ത് അൽ ഇഹ്സായിൽ നിന്ന് റിയാദിലേക്ക് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ ഹിജറ 1425 ഒരൊട്ടകം അദ്ദേഹത്തിന് മുന്നിലൂടെ സഞ്ചരിച്ച കാരണത്താൽ വാഹനം അതിലിടിക്കുകയും അതിനെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. ഏകദേശം 38 വയസ്സായിരുന്നു ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ് റഹിമഹുല്ലയുടെ പ്രായം. 38ാമത്തെ വയസ്സിൽ വാഹനാപകടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അത് ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ് റഹിമഹുല്ല. ഇനി ഈ കിതാബിനെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ, ഉസൂലുദ് ദഅവ സലഫിയ്യ എന്ന ഈ കിതാബ്, ഇത് ഇദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹം ഒരു കിതാബായി എഴുതിയതല്ല, മറിച്ച് അദ്ദേഹം ഒരു മുഹാളറയായി, ഒരു സംസാരമായി, ഒരു സദസ്സിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന സംസാരം പിന്നീട് എഴുതപ്പെട്ടതാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഹാളറയായി നടത്തിയിരിക്കുന്നതാണ്. എന്താണ് ഈ കിതാബിൻ്റെ കാരണം? ഈ കിതാബ് അദ്ദേഹം എഴുതാനുള്ള കാരണം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു കിതാബും എന്തിനെഴുതപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഈ കിതാബ് എഴുതാനുള്ള ഒരു കാരണം, അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 23 വർഷം മുമ്പാണ് അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു ചുറ്റുപാടിൽ പല സംഘടനകളും പല വിഭാഗങ്ങളും പല ആശയങ്ങളുമായി വരികയും അതാണ് അഹ്ലുസുന്നയുടെ മൻഹജ് എന്ന് പറഞ്ഞ് അവർ വാദിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഈ കിതാബ് എഴുതി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ശരിയായ അഹ്ലുസുന്നയുടെ മൻഹജ് വിശദീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന 10 അടിസ്ഥാനങ്ങൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ഇന്നിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അരികിൽ ചില സംഘടനകൾ വന്നിട്ട് പറയും ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകൾ, ചില വ്യക്തികൾ വന്നിട്ട് പറയും ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകൾ. ഷെയ്ഖ് അബ്ദുസ്സലാം റഹിമഹുല്ല ഈ കിതാബിൽ 10ഓളം കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹം പറയുന്നു, ബിഹാദിഹി യതമയ്യസു സലഫിയ്യു ഹഖൻ മിനൽ മുദ്ദഇ അൽ കാദിബ്. സത്യസന്ധനായ അഹ്ലുസുന്നയുടെ മൻഹജ് പിൻപറ്റുന്ന സലഫി ആരാണ്, അഹ്ലുസുന്ന സുന്നി ആരാണ് എന്നുള്ളത് ഈ 10 കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൽ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 10 കാര്യങ്ങൾ നമ്മളിവിടെ ഇൻഷാ അള്ളാഹ് ലളിതമായി പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ, ഇതെൻ്റെ സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും അതുണ്ടാകണം. ഏതൊരു വിഭാഗം, ഏതൊരു വ്യക്തി നിങ്ങളെ സമീപിച്ചുകൊണ്ട് ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോഴും നമുക്ക് സത്യമാണോ അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ 10 മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് സാധിക്കും. അതിലൊന്നാമത്തേത് അദ്ദേഹം പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയില്ല, മറിച്ച് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും നമുക്ക് വിശദീകരിക്കാം. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, അൽ അസ്ലുൽ അവ്വൽ അൽ ഇഹ്തിമാമു വൽ ഇനായതു ബിതലബിൽ ഇൽമി ശർഇ വത്തഫഖുഹി ഫിദ്ദീൻ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അൽ ഇഹ്തിമാം വൽ ഇനായതു ബിൽ ഇൽമി ശർഇ, ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. ഒന്നാമത്തെ അടിസ്ഥാനം, ഇൽമിന് അവർ പ്രാധാന്യം നൽകും. മതപരമായ അറിവ് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അവർ പ്രാധാന്യം നൽകുന്നതാണ്. ശേഷം പറഞ്ഞു, കസീറുൻ മിനൽ ജമാഅത്തിൽ ഇസ്ലാമിയ്യ അൽയൗം മുൻഫലിതതുൻ അനിൽ ഇൽമി ശർഇ. ഇന്ന് നമ്മൾ കാണുന്ന പല മുസ്ലിം സംഘടനകളും പല മുസ്ലിം വിഭാഗങ്ങളും
ഇൽമ് പഠിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. ഇതാണ് സലഫിയ്യത്തിന്റെ അഹ്ലുസുന്നയുടെ ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും നമ്മളാണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞ് ഇൽമിയായ മജാലിസുകൾക്ക് ദീന് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരങ്ങൾക്ക് അവർ വേദി ഒരുക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ അഹ്ലുസുന്നയുടെ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരല്ല. ഇൽമ് പഠിക്കുക എന്നത് അതിന് പ്രാധാന്യം നൽകുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ്. എന്തുകൊണ്ട് നമ്മൾ ഇൽമ് പഠിക്കണം? ഇപ്പൊ ചില സഹോദരങ്ങൾക്ക് ഒരു ചോദ്യം വരാം, എന്തുകൊണ്ട് നമ്മൾ ഇൽമ് പഠിക്കണം? അദ്ദേഹം പറയുന്നു, ജഅൽനൽ ഇൽമ ബിദായത്തുൽ ഉസൂൽ. എന്തുകൊണ്ട് നിങ്ങൾ ഇൽമ് പഠിക്കണം, അടിസ്ഥാനം ഇതാണെന്ന് പറയാനുള്ള കാരണം ലിഅന്ന സുബുല കസീറ വകുല്ലുഹാ സുബുൽ മതാഹാത്ത്. അദ്ദേഹം പറയുന്നു, വഴികൾ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നാം ഒന്ന് നോക്കിയാൽ, ഓരോരുത്തർക്കും അറിയാം ജമാഅത്തെ ഇസ്ലാമി ഇവിടെയുണ്ട്, തബ്ലീഗ് ജമാഅത്ത് ഇവിടെയുണ്ട്, മറ്റ് സംഘടനകൾ ഇവിടെയുണ്ട്. എല്ലാവരും പറയുന്നു ഞങ്ങളാണ് ഹക്കിൻ്റെ ആളുകൾ, എല്ലാവരും പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വക്താക്കൾ. അദ്ദേഹം പറയുകയാണ്, ഈ വഴികളൊക്കെ ഇന്ന് നാം കാണുന്ന വഴികളെല്ലാം നശിച്ചതാണ്. ഇല്ലാ സബീല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ലാതെ. ഇതൊരുവന് മനസ്സിലാകണമെങ്കിൽ അവൻ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം എന്താണെന്ന് അറിയാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പഠിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അല്ലാഹു സൂറത്തുൽ അൻആമിൽ പറഞ്ഞതായി കാണാം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. ഇതാണ് എൻ്റെ ശരിയായ മാർഗം, ആ മാർഗം നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അവർ നമുക്ക് കാണിച്ചു തന്ന മാർഗമല്ലാതെ മറ്റു മാർഗങ്ങൾ അതിനെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ കാണണം, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം വേണം, അതാണ് നമ്മുടെ ലക്ഷ്യം. മരണത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാനും എൻ്റെ സംസാരം കേൾക്കുന്ന എല്ലാവരും. മരണമില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള മജാലിസുകളിൽ നമ്മൾ വരില്ലായിരുന്നു. മരണമുള്ളത് കൊണ്ടാണ്, മരണശേഷം അള്ളാഹുവിനെ കാണുമ്പോൾ എനിക്ക് വിജയിക്കണം എന്നൊരു ലക്ഷ്യമാണ് ഈ മജാലിസുകളിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന വ്യത്യസ്തമായ സംഘടനകൾ, വ്യത്യസ്തമായ വിഭാഗങ്ങൾ, അതിൽ നിന്ന് സത്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അറിവിന് നാം പ്രാധാന്യം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ആ ഒരു സാഹചര്യം ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സദസ്സിൽ ഇരിക്കുന്നു, സ്വഹാബത്ത് അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുകയാണ്. ഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ മുസ്തഖീമ. പ്രവാചകൻ നേരെയുള്ള ഒരു വര വരച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു. നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട് നമുക്ക് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രവാചകൻ ഒരു വര വരക്കുകയും ശേഷം അവിടുന്ന് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ. ഇതാണ് നിങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ശരിയായ മാർഗം, സത്യത്തിൻ്റെ മാർഗം. ഇതാണ് അള്ളാഹുവിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. ثم خط عن يمينه وشماله. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ധാരാളം വരകൾ വരച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ സത്യത്തിന്റെ മാർഗം ഏതാണ്, വലാലത്തിന്റെ മാർഗം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുൽ. അള്ളാഹുവിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു മാർഗം ഒഴികെ വലതും ഇടതുമൊക്കെ അവിടുന്ന് വരച്ചിരിക്കുന്ന ആ മാർഗങ്ങൾ ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താനുൻ യദ്ഉ ഇലൈ. ആ മാർഗം, അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് നിങ്ങളെ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും. ആളുകൾ വന്നിട്ട് പറയും, ഇതാണ് ശരിയായ മാർഗം, ഇതാണ് ഹക്കിന്റെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിങ്ങളെ ക്ഷണിക്കും. അത് നിങ്ങൾ വകവെച്ച് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ സത്യത്തിന്റെ മാർഗം മനസ്സിലാക്കണം. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ആരാണ് ഈ വിജയിക്കുന്നവർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി. ഞാനും എൻ്റെ സഹാബികളും ജീവിച്ചിരിക്കുന്ന മാർഗം മുറുകെ പിടിച്ചവർ. നമുക്ക് വിജയിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഏതേത് സംഘടനകൾ എടുത്തു നോക്കിയാലും ഏതേത് വിഭാഗങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് വിജയിക്കണമെങ്കിൽ ഏത് മാർഗമാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് സഹാബത്തുൽ കിറാമും അവരുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചത്, അത് മനസ്സിലാക്കലല്ലാതെ മറ്റു വഴികളില്ല. ഏത് വിഷയത്തിലും ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ചിലത്, ഒരു വ്യക്തി നിങ്ങളോട് വന്നിട്ട് പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം,
മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയാം, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാം, മരിച്ചവരോട് ദുആ ചെയ്യാം എന്നൊരാൾ നിങ്ങളോട് പറഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള മാർഗം എന്താണ്? അവരൊരു പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ആയത്തുകൾ ഓതിയേക്കാം, ഇത് പറയുന്നവർ നിങ്ങളുടെ മുമ്പിൽ ഹദീസുകൾ പറഞ്ഞേക്കാം. പക്ഷേ വിജയിക്കാനുള്ള മാർഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ അന അലൈഹി വഅസ്ഹാബി, സഹാബത്തിന്റെ ചരിത്രം ഒന്ന് നോക്കുക. ഈ പറയുന്നവരോട് നിങ്ങൾ പറയുക, സഹാബത്തിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സഹാബി അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചതായി, മരണപ്പെട്ടവരോട് തേടിയതായി ഒരു സഹാബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്ക് മനസ്സിലാക്കാം ഈ മാർഗം ളലാലത്തിന്റെ മാർഗമാണ്. ഏത് കാര്യം, ഒരാൾ പുതിയ സ്വലാത്ത് കൊണ്ടുവരുന്നു, പുതിയ ദിക്ർ കൊണ്ടുവരുന്നു, അവൻ പറയുന്നു ഇത് നല്ലതാണ്, ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം. അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്തുൽ കിറാം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇൽമ പഠിച്ചാലല്ലാതെ. അതുകൊണ്ട് ഇൽമ അത്യാവശ്യമാണ്. ഇതാണ് അഹ്ലുസ് സുന്നയുടെ ഒന്നാമത്തെ അസ്ൽ. ശേഷം അദ്ദേഹം ഇമാം അഹ്മദിന്റെ ഒരു സംസാരം കൊണ്ടുവരുന്നതായി കാണാം. അദ്ദേഹം പറയുന്നു, അന്നാസു ഇലാ തഅല്ലുമിൽ ഇൽമി അഹ്വജു മിൻഹും ഇലാ തആമി വശറാബ്. ഇമാം അഹ്മദിന്റെ സംസാരം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ വാക്കുകൾ നമ്മുടെ മനസ്സുകളിൽ കുത്തിവെക്കണം. അദ്ദേഹം പറയുകയാണ്, ഇമാം അഹ്മദ് പറയാണ്, ജനങ്ങൾ ഇന്ന് ഇൽമിലേക്ക് എത്രത്തോളം ആവശ്യക്കാരാണെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും എത്രത്തോളം ആവശ്യക്കാരാണോ അതിനേക്കാളും ആവശ്യക്കാരാണ്. ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും ആവശ്യമുള്ളതിനേക്കാൾ അവർക്ക് ആവശ്യം അറിവിലേക്കാണ്. ഇത് കേവലം ഒരു ഭംഗിവാക്കല്ല. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതെൻ്റെ റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്നതാണോ, അതല്ല അള്ളാഹുവിന്റെ കോപം ഉണ്ടാക്കുന്നതാണോ എന്ന് നമുക്കറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില ഹദീസുകളിൽ കാണാം, ചില ആളുകൾ ചില വാക്കുകൾ ഉച്ചരിക്കും. ഞാൻ ആവർത്തിച്ചു പറയാണ്, ഞാൻ ഇങ്ങനെയുള്ളത് പറയും എൻ്റെ സഹോദരങ്ങൾ, അതിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു എന്ന് കരുതരുത്. ആവർത്തിച്ചു പറയുന്ന ഈ ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചില ആളുകൾ ചില വാക്കുകൾ ഉച്ചരിക്കും. ഈ വാക്കുകൾ ലാ യുൽഖി ലഹാ ബാലൻ, അവിടുന്ന് പറയാൻ അവർ ആ പറയുന്ന വാക്കുകളെ കുറിച്ച് അവർ ചിന്തിക്കണമെന്നില്ല, അതിന് വലിയ ഗൗരവം കാണണമെന്നില്ല. പക്ഷേ ആ ഒരു വാക്ക് കാരണത്താൽ നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ അവർ പതിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നരകത്തിലേക്ക് നമ്മെ നയിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കോപത്തിലേക്ക് നമ്മെ നയിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിഷയം എത്ര ഗൗരവമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, മരിക്കുമെന്നുറപ്പുള്ള ഒരു വിഭാഗമാണ് നമ്മൾ. മരിക്കുമെന്നുറപ്പുള്ളവർ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നുറപ്പുള്ളവർ. അള്ളാഹു നമ്മോട് ഈ വാക്കുകളെ കുറിച്ച് ചോദിച്ചാൽ എന്ത് നമ്മൾ പറയും? അള്ളാഹു നമ്മോട് ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ളത്? അതുകൊണ്ട് ഇമാം അഹ്മദ് പറയുന്നു, ഭക്ഷണത്തെക്കാളും വെള്ളത്തിനേക്കാളും നിനക്ക് ആവശ്യമായിട്ടുള്ളത് അറിവ് നേടുക എന്നുള്ളതാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു, ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ ആവശ്യമായി വരുന്നത് ഒരു ദിവസത്തിൽ ഒരു നേരമാണ്, അല്ലെങ്കിൽ 2 നേരമാണ്. എന്നാൽ ഇൽമിലേക്ക്, അറിവിലേക്ക് ജനങ്ങൾ ആവശ്യക്കാരാകുന്നത് അവർ ശ്വാസമെടുക്കുന്ന അത്രയും അവർക്ക് അറിവിലേക്ക് ആവശ്യക്കാരാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നതായി മദാരിജുസ് സാലിക്കീനിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അടിസ്ഥാനം അറിവ് പഠിക്കുക. അറിവിൻ്റെ മജാലിസുകളിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിവിൻ്റെ മജാലിസുകൾ, പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൽമ് എന്നുള്ളത് ഷെയ്ഖ് അബ്ദുസ്സലാം തന്നെ കിതാബിൽ പറയുന്നതായി കാണാം. 2 രൂപത്തിൽ നമുക്ക് കാണാം. 2 രൂപത്തിലാണ് അറിവുള്ളത്. ഒന്ന് ഫർള് കിഫായ, സമൂഹത്തിൽ ചിലരെങ്കിലും അത് പഠിച്ചിരിക്കണം, എല്ലാവരും പഠിക്കണം എന്ന് നിർബന്ധമില്ല. അനന്തരാവകാശ നിയമങ്ങൾ പോലുള്ളത്, കച്ചവടത്തിന്റെ വിശദമായ വിശദീകരണങ്ങൾ എന്നുള്ളത്. രണ്ടാമത്തേത് ഓരോരോ വ്യക്തികളും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെയാണ് നമ്മുടെ ചോദ്യം. ഓരോരുത്തരും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ ചോദ്യചിഹ്നം. ഇമാം അഹ്മദിനോടും അബ്ദുല്ലാഹി ഇബ്നുൽ അൽ മുബാറക്കിനോടും ഈ ചോദ്യം വന്നു. ഓരോരുത്തർ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഇൽമ് ഏതാണ്? അവർ പറഞ്ഞു, മാ യുഖീമു ബിഹി ദീന, ദീൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. നിന്റെ ദീൻ നിലനിർത്താൻ നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ നീ പഠിച്ചിരിക്കണം. നീ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ വിധിവിലക്കുകൾ അത് നിനക്കറിയണം. നീ കൈകെട്ടിയുടൻ എന്ത് നീ പറയുന്നു നിനക്ക് ഉത്തമമായ ബോധ്യമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇന്ന് പലരുടെയും ഡെയിലി റുട്ടീനായി നിസ്കാരങ്ങൾ മാറിയിരിക്കുന്നു, അദ്കാറുകൾ മാറിയിരിക്കുന്നു. പറയുന്ന അദ്കാറുകൾ നമുക്ക് എന്താണെന്ന് അറിയില്ല, ചൊല്ലുന്ന ദിക്റുകൾ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല, അതിൻ്റെ ആശയങ്ങൾ നമുക്കറിയില്ല. അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ വിധികൾ അറിയുക എന്നതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു
നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ പഠിക്കണ്ട എന്നല്ല. നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യം, നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അബ്ദാൻ, അള്ളാഹുവിൻ്റെ അടിമയാണ്. ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ ഉടമപ്പെടുത്താൻ സാധിച്ചാലും, എത്ര വലിയ ബില്യണർ ആണെന്ന് പറഞ്ഞാലും, അള്ളാഹുവിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമയാണ്. അടിമയെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥനായ അള്ളാഹു നമ്മോട് പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നാം ഓരോരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പ്, നമുക്ക് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, അവർക്ക് നൽകേണ്ട ബാധ്യതകൾ എന്താണ്. നമുക്ക് അള്ളാഹു സന്താനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന. മക്കൾ അമാനത്താണ്, അവരെ തർബിയത്ത് അതെങ്ങനെ നമ്മൾ പഠിക്കണം. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന അത് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അതുപോലെ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ വ്യത്യസ്ത സംഘടനകളും വിഭാഗങ്ങളും വന്ന് അവർ സത്യത്തിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ അത് സത്യത്തിലാണോ എന്ന് നമ്മൾ പഠിക്കണം. പഠിക്കാതെ എങ്ങനെ മനസ്സിലാകാനാണ്? ഇതൊരുവൻ പഠിക്കുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, തലബുൽ ഇൽം, അറിവ് നേടുക എന്നത് ഫരീളത്തുൻ, നിർബന്ധമാണ്. നിനക്ക് അല്ലാഹു നിസ്കാരം നിർബന്ധമാക്കി, നിനക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കി, നിനക്ക് അല്ലാഹു ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്നുള്ളത് നിർബന്ധമാക്കി. ഈ രൂപത്തിൽ നിനക്ക് അല്ലാഹു വാജിബാക്കിയ കാര്യമാണ് നിനക്ക് അല്ലാഹു ദീന് പഠിക്കുക എന്നുള്ളത്. ദീന് പഠിക്കണം, നിനക്ക് വാജിബാണ്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പഠിക്കാം, ഒഴിവ് സമയം ഉണ്ടെങ്കിൽ പഠിക്കാം എന്നുള്ള ന്യായീകരണമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ല. നിർബന്ധമായും പഠിച്ചേ പറ്റൂ, നമുക്ക് ചോയ്സ് അല്ല, നിർബന്ധമാണ്. എന്തായാലും പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിർബന്ധ ബാധ്യതയാണ്. നാം ഓരോരുത്തരും ഇന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാം ഒന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നത് വരെയുള്ള സമയം, ഞാൻ ചെലവഴിക്കുന്ന സമയങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരാളുടെയും ഒരു അടി പോലും കാല് അള്ളാഹുവിൻ്റെ മുന്നിൽ മാറ്റിവെക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാളുടെയും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരാളല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ നിന്ന് കഴിഞ്ഞാൽ മഹ്ശറിൽ വിചാരണക്കെടുക്കപ്പെടുമ്പോൾ ഒരു ചാണുമുകളിൽ സൂര്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ ആയുസ്സാണ്. ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. നിനക്ക് അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ അതെങ്ങനെയാണ് നീ ജീവിതത്തിൽ പാലിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിനക്ക് ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് നീ മറുപടി നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തലബുൽ ഇൽമി ഫരീള, അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയതാണ് നീ ഇൽമ പഠിക്കുക എന്നുള്ളത്. നിർബന്ധമാണ്. അത് പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് പൊതുവെ നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങളിലേക്ക് നാം നോക്കിയാൽ പല രൂപത്തിലുള്ള ആളുകളെ കാണാം. ചില ആളുകൾ പേരുകൊണ്ട് മുസ്ലിമീങ്ങളായിരിക്കും, അവർക്ക് ദീനിൻ്റെ മജാലിസുകളുമായോ ദീന് പഠിക്കുന്നതുമായോ യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. ഒരു ബന്ധവുമില്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളുമാണെങ്കിലും ദീനിൻ്റെ ശആയിറുകൾ അവരുടെ ജീവിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അവരുടെ ജീവിതത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണം എന്ന് പഠിപ്പിച്ചത് അവരുടെ ജീവിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു വിഭാഗം ആളുകൾ അവർ പറയും, എനിക്ക് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പ്രായം കുറേയായി, ഇനി എങ്ങനെയാ പഠിക്കുക, ഇനി എങ്ങനെയാ ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുക, എനിക്കൊന്നും തലയിൽ കയറില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, തഅല്ലമ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിബാറ, പ്രവാചകന്റെ സഹാബികൾ പഠിച്ചത് വലിയ പ്രായത്തിലാണ്. 70 വയസ്സായി ഇസ്ലാം സ്വീകരിച്ചവർ, 60 വയസ്സായി ഇസ്ലാം സ്വീകരിച്ചവർ. പ്രിയപ്പെട്ടവരെ, പ്രായം ദീന് പഠിക്കാൻ നമുക്ക് തടസ്സമല്ല. ദീന് പഠിക്കാൻ, നിനക്ക് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പഠിക്കാൻ നിനക്ക് പ്രായം തടസ്സമല്ല. നീ പഠിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നിർബന്ധമാക്കിയ കാര്യം ഒഴിവാക്കിയവനാണ് എന്ന് പറഞ്ഞാൽ നീ പാപിയാണെന്നർത്ഥം. നീ പാപിയാണ്. നിന്റെ മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ നീ പഠിച്ചില്ലെങ്കിൽ നീ അള്ളാഹുവിങ്കിൽ പാപിയാണ്, കുറ്റക്കാരനാണ്. നിന്റെ ഭാര്യയോട് നീ കാണിക്കേണ്ട കടമകൾ നീ പഠിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നീ കുറ്റക്കാരനാണ്. അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. മൂന്നാമതൊരു വിഭാഗം ആളുകൾ എന്താണ്? ചില ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം കാണിച്ചു കൊടുത്തു, അവർക്ക് ഹിദായത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ
ആളുകൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ വന്നപ്പോൾ അവർ ഈ പഠിക്കുന്നത് ഒഴിവാക്കി, ദീനിന്റെ മജാലിസുകളിൽ നിന്ന് അകന്നു. അവരുടെ കാരണം എന്താണ്? എല്ലാവരും അഭിപ്രായ വ്യത്യാസത്തിലാണ്, എല്ലാവരും തർക്കത്തിലാണ്, ഞാൻ ഇനി ഒന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞ് ദീനിന്റെ മജാലിസുകൾ ഒഴിവാക്കുന്നവർ വാസ്തവത്തിൽ നഷ്ടമാർക്കാണ്? അവന് തന്നെയാണ്. ഇബ്നു ഹുബൈറ റഹിമഹുല്ല പറഞ്ഞതായി ദൈലു തബഖാത്തിൽ ഹനാബിലയിൽ ഇബ്നു റജബ് റഹിമഹുല്ല പറഞ്ഞ വാക്കുകൾ കാണാം. ഞാൻ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കുകയില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ വാസ്തവത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പിശാചിന്റെ കെണിയിലാണ് എന്ന് ഇബ്നു ഹുബൈറ റഹിമഹുല്ല പറയും. അതുകൊണ്ട് സൂക്ഷ്മത കാരണത്താൽ എല്ലാവരും തർക്കത്തിലാണ്, എല്ലാവരും പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിസ്കരിച്ചു പോകാം, അതിനപ്പുറത്തേക്കൊന്നും പഠിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പിശാചിന്റെ കെണിയിലാണ് എന്ന് ഇബ്നു ഹുബൈറ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിന്റെ സദസ്സുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല, ദീനിന്റെ മജാലിസുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദീന് പഠിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ, ദീനിനെ കുറിച്ച് പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിക്കാൻ നാം ജീവിതത്തിൽ ഒരു സമയം കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഇന്ന് തീരുമാനിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഇന്ന് അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നയിൽപ്പെട്ടവരാണ്, സലഫികളാണ്, അഹ്ലുസുന്നയുടെ അഖീദ പിൻപറ്റുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കേണ്ട ഒന്നാമത്തെ അടിസ്ഥാനം, ഇന്ന് നാം തീരുമാനമെടുക്കുക, ബിഇദ്നില്ലാഹ് പഠിക്കാൻ ഒരു സമയം ഞാൻ മാറ്റിവെക്കും. അഹ്ലുസുന്നയുടെ ഒന്നാമത്തെ അസ്ലതാണ്, പഠിക്കാൻ ഞാൻ ഒരു സമയം മാറ്റിവെക്കും. എന്തൊക്കെ പഠിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചിന്തിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. ഓൺലൈൻ കച്ചവടം ചെയ്യുന്നവരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ അവർ പഠിക്കുക. ഇനി സാധാരണ കടകൾ നടത്തുന്നവരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ അവർ പഠിക്കുക. പണമിടപാട് നടത്തുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, ഒരു സാധനം വിൽക്കുമ്പോൾ എങ്ങനെ വിൽക്കണം, ആർക്കാണ് വിൽക്കാൻ അവകാശമുള്ളത്, ഉടമപ്പെടുത്താത്ത സാധനങ്ങൾ വിൽക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ടോ, ഇങ്ങനെ കച്ചവടം നടത്തുന്നവർ പഠിക്കേണ്ടി വരും. കുടുംബജീവിതം നയിക്കുന്നവർ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കുക. ചങ്ങാതിമാരുള്ളവർ കൂട്ടുകാരോട് എങ്ങനെ ഇസ്ലാം പെരുമാറണമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇത് നാം നോട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കുക. ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ബിഇദ്നില്ലാഹ് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഞാൻ സമയം മാറ്റിവെക്കും. ഈ ഒരു തീരുമാനം പ്രിയപ്പെട്ടവരെ, ഈ ഒരു മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന എൻ്റെ സഹോദരങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകണം. അഖീദയിൽ, ഫിഖ്ഹിൽ, നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ, നമ്മുടെ ആദാബുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, നമ്മുടെ മര്യാദകൾ, ആളുകളോട് പെരുമാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിച്ചിരിക്കുന്ന മര്യാദകൾ, ജനങ്ങളോട് സൗമ്യത കാണിക്കുക, ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുക, നല്ല ഇടപാടുകൾ നടത്തുക, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മുസ്ലിം ആകാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ജീവിച്ചതുപോലെ നല്ല ഒരു ജീവിതം നമുക്ക് ജീവിതത്തിൽ നയിക്കാൻ സാധിക്കാൻ പ്രിയപ്പെട്ടവരെ നിർബന്ധമായും നമ്മൾ പഠിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ച് അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ച് അതിൽ മുഴുകുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അവിടുത്തെ നിർദ്ദേശം, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു രംഗമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫൽയഖുൽ ഖൈറൻ, ഒന്നുകിൽ നല്ലത് പറയുക, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആവർത്തിക്കുന്നു, ദീനിന്റെ മജാലിസുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടെങ്കിൽ, നാം താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കാൻ നാം ശ്രമിക്കുക. അതിൻ്റെ ഖൈർ എന്ന് പറയുന്നത് നിസാരമല്ല. അതിൻ്റെ ഖൈർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിസാരമായ കാര്യമല്ല. ഇന്ന് GCC രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, പല രാജ്യങ്ങളിലും എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നൊരു ബോധനം ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് എന്ത് കാരണത്താലാണ്? ദീനിന്റെ മജാലിസുകൾ വ്യാപകമായതുകൊണ്ട്. മസാജിദുകളിൽ, മദാരിസുകളിൽ ദീന് പഠിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നു. സൗദി അറേബ്യയിലെ രാജാവായിരുന്ന സൗദ് ബിൻ അബ്ദുൽ അസീസും ഫൈസൽ ബിൻ തുർക്കിയും റഹിമഹുമുല്ലാ അവരന്ന് തീരുമാനമെടുത്തു, നമ്മുടെ നാട്ടിൽ എല്ലാ മസ്ജിദുകളിലും ഉസൂലുസ് സലാത്ത് പഠിപ്പിക്കണം, കശ്ഫ് ശുബഹാത്ത് പഠിപ്പിക്കണം, കിതാബ് തൗഹീദ് പഠിപ്പിക്കണം, ആളുകളൊക്കെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് ആരാധിക്കണം എന്ന ഒരു അഖീദ അവർക്കിടയിൽ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് ആ സമൂഹങ്ങളിലേക്ക് നാം നോക്കിയാൽ അവരൊരിക്കലും ജാറങ്ങളിലേക്ക് കൈകൾ ഉയർത്തുന്നില്ല. അവരൊരിക്കലും ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിനല്ലാതെ ഏതെങ്കിലും മടവൂരിനോ മറ്റോ ആണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവരൊരിക്കലും അവരുടെ ബലികർമ്മങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിർവഹിക്കുന്നില്ല. അവരുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം.
അവരുടെ ആരാധനകൾ അള്ളാഹുവിന് മാത്രം, ഷിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജനവിഭാഗത്തെ വാർത്തെടുക്കാൻ ഇൽമിന്റെ മജാലിസുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ദീനി വിജ്ഞാനങ്ങൾ ഇൽമിന്റെ മജാലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് പഠിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അഹ്ലുസുന്നയുടെ ഒന്നാമത്തെ അസ്ലായിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുസ്സലാം റഹിമഹുല്ലാ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ആ കാര്യമാണ്. ഇൽമിന് പ്രാധാന്യം നൽകണം. രണ്ടാമത്തെ വിഷയം അദ്ദേഹം പറഞ്ഞു, അൽ ഹിർസു അല തത്ബീഖിൽ അമലി ലിൽ ഇസ്ലാം. ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിം ആകാൻ നമ്മൾ ശ്രമിക്കുക. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിം ആകാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ പൊതുവെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്, ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ടാകാം, ജുമുഅ ഖുതുബകൾ കേൾക്കുന്നവരാണ് എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഇടയ്ക്കൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ എത്രമാത്രം ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്തു? മുസ്തഹബായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യാറുണ്ട്? ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ അതിനുവേണ്ടി സമയം കണ്ടെത്തും. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൽ നാളെ റബ്ബിൻ്റെ മുന്നിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ പദവികൾ ഉയരപ്പെടണമെങ്കിൽ എല്ലാവരും നിസ്കരിക്കുന്നു, അതിൽ നിന്ന് നിന്റെ സ്ഥാനം ഒന്ന് ഉയരാൻ നിന്നെ സഹായിക്കുന്നതാണ് നീ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത്. എല്ലാവരും ഫർദ് നോമ്പ് അനുഷ്ഠിക്കുന്നു, അതിൽ നിന്ന് നിന്റെ സ്ഥാനം ഉയരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് സുന്നത്ത് നോമ്പുകൾ എടുക്കാം. ഇങ്ങനെ നന്മകളിൽ മുന്നേറാൻ, നല്ലൊരു പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമായി മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല പറഞ്ഞതായി ഇബ്നു അബി ശൈബ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഒരു അസർ കാണാം. താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, حدثنا من كان يقرئنا من أصحاب النبي صلى الله عليه وسلم أنهم كانوا يقترئون من رسول الله عليه الصلاة والسلام 10 آيات. പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് നമ്മെ ദീന് പഠിപ്പിക്കുന്നവർ, സഹാബികൾ, അവർ നമ്മോട് പറയാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 ആയത്തുകൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ فلا يأخذون في العشر الأخرى حتى يعلموا ما في هذه من العلم والعمل. അതിനുശേഷമുള്ള 10 ആയത്തുകൾ പഠിക്കുന്നതിന് മുമ്പ് ഈ ആയത്തുകൾ, അവർ പഠിച്ചിരിക്കുന്ന ആയത്തുകളിലുള്ള വിജ്ഞാനം എന്താണോ അത് അവർ കരസ്ഥമാക്കും. അതനുസരിച്ചുകൊണ്ട് അവർ അമലുകളും ചെയ്യും. ഫതഅല്ലംനൽ ഇൽമ വൽ അമൽ. അത് കാരണത്താൽ ഇൽമും അമലും നാം കരസ്ഥമാക്കി എന്ന് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാ സഹാബത്തിനെ തൊട്ട് പറയുന്നതായി കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സഹാബികളെ ഫോളോ ചെയ്യുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുക. അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടന വേണമെന്നില്ല, അതിന് പ്രസിഡന്റും സെക്രട്ടറിയുമായി അതിൻ്റെ പിന്നിൽ നിൽക്കണമെന്നില്ല. മറിച്ച് സഹാബത്തിനെ നീ പിൻപറ്റുന്നുവെങ്കിൽ നീ സലഫിയാണ്. സഹാബത്തിന്റെ മാർഗം ഖുർആനും സുന്നത്തും അനുസരിച്ച് അവരെങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുക. അതല്ലാതെ അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളോ മറ്റൊന്നുമില്ല. ഈ സഹാബികൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആയാത്തുകളോടുള്ള സമീപനം? അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല പറയുന്നു, 10 കാര്യങ്ങൾ പഠിച്ചാൽ, 10 ആയത്തുകൾ പഠിച്ചാൽ അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരിക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആയാത്തുകൾ കേൾക്കുന്നു, ഹദീസുകൾ കേൾക്കുന്നു. നാം ഒന്ന് ചിന്തിക്കുക, എത്രത്തോളം ഈ ആയാത്തുകൾ, ഈ ഹദീസുകൾ എൻ്റെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനൊരു ഹദീസ് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാം. വളരെ ഗൗരവമുള്ള ഹദീസാണ്. നമ്മൾ ചില ആളുകൾക്കൊരു പരാതി ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകാം, നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ജുമുഅ ഖുതുബ കേൾക്കുന്നു, എല്ലാ ആഴ്ചകളിലും ഏതെങ്കിലും ദർസുകൾക്ക് നാം പങ്കെടുക്കുന്നുണ്ട്, ഹദീസുകൾ പഠിക്കുന്നുണ്ട്, ആയാത്തുകൾ പഠിക്കുന്നുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതിനൊരു അസറൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കുന്നു എന്നൊരു ഘട്ടത്തിലേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്ന സാഹചര്യങ്ങളൊന്നും വരുന്നില്ല. എന്തായിരിക്കും കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ഒരു മുസ്ലിം, ഒരു അടിമ ആരാണെങ്കിലും നാം ഓരോരുത്തരും സ്വയം നഫ്സിനോട് നമ്മൾ പറയാ, നിന്നെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വെക്കപ്പെടുന്നതാണ്. ഒരു കറുത്ത പുള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പലപ്പോഴും ചിന്തിക്കുക എന്താ? തെറ്റ് എന്ന് പറഞ്ഞാൽ കളവ് പറയുക, മദ്യപിക്കുക, ആരെങ്കിലും ദ്രോഹിക്കുക, ഇത് മാത്രമാണോ തെറ്റ്? അല്ല. അള്ളാഹു നിനക്ക് വാജിബാക്കിയ കാര്യങ്ങൾ, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യുന്നില്ലെങ്കിൽ നീ പാപിയാണ്, നീ കുറ്റക്കാരനാണ്.
നിനക്ക് അള്ളാഹു നിർബന്ധമാക്കിയ വിജ്ഞാനം നീ തേടുന്നില്ലെങ്കിൽ നീ കുറ്റക്കാരനാണ്, നീ പാപിയാണ്. അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ നിസ്കാരത്തിൽ നീ അലസത കാണിക്കുന്നുവെങ്കിൽ നീ പാപിയാണ്. തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേവലം തിന്മകൾ ചെയ്യലല്ല, നന്മകൾ ഒഴിവാക്കുന്നതും പാപമാണ്. നന്മകൾ ഒഴിവാക്കുന്നത് പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു അടിമ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കറുത്ത പുള്ളി വെക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ താബ, തെറ്റ് സംഭവിച്ചു, അവൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കും. വൈൻ ആദ്, ഇനി അവൻ പാപം ചെയ്തു, അവൻ തൗബ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ വീണ്ടും അവൻ തിന്മയിലേക്ക് മടങ്ങിയാൽ അവന്റെ ഹൃദയത്തിൽ വീണ്ടും അള്ളാഹു ഒരു പുള്ളി വെക്കും. ഹത്താ തഅലുവ ഖൽബഹ്, അങ്ങനെ അവന്റെ ഹൃദയത്തിൽ ഈ പുള്ളികളായി നിറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയുന്നു, അങ്ങനെ ഹൃദയത്തിൽ ഈ പുള്ളികൾ വർദ്ധിച്ച് വർദ്ധിച്ച് അവന്റെ ഹൃദയം കറുത്ത നിറമാകും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്തു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചില ആളുകൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെച്ചിരിക്കുകയാണ്. എത്ര ആയാത്തുകൾ അവന്റെ മുമ്പിൽ പാരായണം ചെയ്യപ്പെട്ടാലും, എത്ര ഹദീസുകൾ അവന്റെ മുമ്പിൽ പാരായണം ചെയ്യപ്പെട്ടാലും അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താ? ഹൃദയം മൂടപ്പെട്ടിരിക്കുകയാണ്, അവന്റെ ഹൃദയത്തിൽ നന്മകളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു രംഗമാണ്, ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഹൃദയത്തിനെങ്കിൽ എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക. ആയാത്തുകൾ കേട്ട്, ഹദീസുകൾ കേട്ട്, ദീനിന്റെ മജാലിസുകളിൽ ഇരുന്ന് നമുക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ അതിന് കാരണം നമ്മുടെ ഹൃദയം കടുപ്പപ്പെട്ടു പോയിട്ടുണ്ടാകാം, നമ്മുടെ ഹൃദയം മോശമായിട്ടുണ്ടാകാം, മരിച്ചിട്ടുണ്ടാകാം. ജീവിക്കുന്ന മനുഷ്യരിൽ മരിച്ച ഹൃദയവുമായി നടക്കുന്ന എത്രയെത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്രയെത്ര ആൺകുട്ടികൾ, എത്രയെത്ര പെൺകുട്ടികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ പറയപ്പെട്ടാൽ ജീവിതത്തിൽ ഒരു വില പോലും നൽകാത്തവർ. എന്തായിരിക്കും കാരണം? മരിച്ച ഹൃദയവുമായി ജീവിക്കുന്നവർ, മരിച്ച ഹൃദയവുമായി, സീല് വെക്കപ്പെട്ട ഹൃദയവുമായി ജീവിക്കുന്നവർ. എന്താണ് പോംവഴി? നാളെ മുതൽ നമ്മുടെ ജീവിതം നന്നാകണമെങ്കിൽ, ഇനിയുള്ള നിമിഷം നമ്മുടെ ജീവിതം നന്നാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്ത അള്ളാഹുവിലേക്ക് നാം ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമുക്ക് പാപികളായ അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന ഔദാര്യം എത്ര വലുതാണ്. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസുഹ, വിശ്വാസികളെ നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. എന്താണ് തൗബയുടെ നിബന്ധന? നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്യുന്നുണ്ടാകാം. തൗബയുടെ നിബന്ധന എന്താണ്? ഒന്നാമത്തേത് അന്നദം. നമുക്ക് ഇത്രയും കാലം ചെയ്തു പോയ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, തെറ്റുകളുണ്ട് ഉറപ്പാണ്, നമുക്ക് തെറ്റില്ലാത്ത ആരുമില്ല, ആ തെറ്റിൽ നമ്മളൊന്ന് ഖേദിക്കുക. നമുക്ക് സത്യസന്ധമായി നാം ഒന്ന് ഇരുന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിരിക്കുന്ന ഈ സൗകര്യങ്ങൾ, എനിക്ക് അൽഹംദുലില്ലാഹ് പ്രയാസമില്ലാതെ ശ്വാസമെടുക്കാൻ സാധിക്കുന്നു. ഹോസ്പിറ്റലുകളിൽ ആളുകൾ ഓക്സിജൻ വെച്ചുകൊണ്ട് ശ്വാസമെടുക്കുമ്പോൾ, വെന്റിലേറ്റർ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് ഈ പ്രകൃതിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്താൽ അവൻ എനിക്ക് ഈ സൗഭാഗ്യം നൽകി. എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു, എനിക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നു, എനിക്ക് അൽഹംദുലില്ലാഹ് പരസഹായമില്ലാതെ നടക്കാൻ സാധിക്കുന്നു, എൻ്റെ കൈകൾ ഉയർത്താം, എനിക്ക് വിരലുകൾ അനക്കാം, എനിക്ക് കണ്ണ് തുറക്കാം. കാഴ്ചയില്ലാത്തവർ, സംസാരിക്കാൻ ശേഷിയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, എത്രയെത്ര ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നു. അതിനിടയിൽ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, എന്നിട്ടും ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണെന്ന് ഉറച്ച ബോധ്യത്തിൽ ഞാൻ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എന്ത് മറുപടി ഞാൻ പറയും? അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അന്നദം, ഖേദമുണ്ടാവണം. റബ്ബേ, നിന്നെ ധിക്കരിച്ചു പോയി, അതിൽ എനിക്ക് പ്രയാസമുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒന്നാമതായി വേണം. ഇതാണ് തൗബയുടെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയും. രണ്ടാമത്തേത്, ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, ഞാൻ ഇന്ന് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പാപമുണ്ടോ? നിരന്തരമായി ജീവിതത്തിൽ കൊണ്ടുവരുന്ന പാപങ്ങൾ. സിഗരറ്റ് വലിക്കുന്നവരുണ്ടാകാം, സിനിമ കാണുന്നവരുണ്ടാകാം, യുവാക്കളിൽ പലരും പോൺ വീഡിയോസ് കാണുന്നവരുണ്ടാകാം, വൃത്തികേടുകൾ കാണുന്നവരുണ്ടാകാം, അള്ളാഹു നിഷിദ്ധമാക്കിയ പലതും നോക്കുന്നവരുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിൽ നിന്ന് താൽക്കാലികമായ സുഖങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഈ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിഴുതെറിയുക. എനിക്കത് വേണ്ട, എൻ്റെ റബ്ബിനെ കോപിപ്പിക്കുന്ന, എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്കത് വേണ്ട എന്ന തീരുമാനം എടുക്കുക. നാളെ ആ റബ്ബിന്റെ മുമ്പിലേക്ക് പോകേണ്ടവർ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ദിവസത്തെ നിങ്ങൾ ഭയക്കുക എന്ന ഖുർആനിന്റെ ആയാത്തുകൾ നാം പ്രിയപ്പെട്ടവരെ ചിന്തിച്ച് ഇനി ആ തെറ്റെനിക്ക് വേണ്ട എന്ന തീരുമാനം എടുക്കുക. മൂന്നാമത്തെ നിബന്ധന എന്താണ്? ഇനി ഒരിക്കലും അതിലേക്ക് എനിക്ക് മടക്കമില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കുക. ഇനി ഒരിക്കലും സിഗരറ്റ് വലിയിലേക്ക് ഞാൻ മടങ്ങില്ല. ഇനി ഒരിക്കലും എൻ്റെ കൂട്ടുകാരുടെ കൂടെ സിനിമ കാണാൻ ടാക്കീസുകളിലേക്ക്, തിയേറ്ററുകളിലേക്ക് ഞാൻ പോവില്ല എന്ന തീരുമാനം എടുക്കുക. ഇനി ഒരിക്കലും എനിക്കൊരു ബോയ് ഫ്രണ്ട് വേണ്ട, ഗേൾ ഫ്രണ്ട് വേണ്ട,
ഇത്തരത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കി ഒന്നും വേണ്ട എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഞാൻ പാലിക്കുമെന്ന് തീരുമാനമെടുക്കുക. ഈ 3 കാര്യങ്ങൾ ഒരുവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവൻ തൗബ ചെയ്തവനാണ്. അവൻ അഥവാ തൗബ ചെയ്ത ശേഷം പിറ്റേ ദിവസം, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഈമാനിന്റെ ബലഹീനത കാരണം തെറ്റുപറ്റിപ്പോയാൽ വീണ്ടും തൗബ ചെയ്യുക. ഇങ്ങനെ തൗബ ചെയ്ത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യുന്നവരും തൗബ ചെയ്യാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? 2 ആളുകളുണ്ടെന്ന് സങ്കല്പിക്കുക. 2 ആളുകളും ഹറാമ് ചെയ്യുന്നു, സിനിമ കാണാൻ പോകുന്നു, മ്യൂസിക് കേൾക്കുന്നു. ഒരുവൻ മ്യൂസിക്കൊക്കെ കേട്ടു, ഹറാമുകൾ ചെയ്തു. രാത്രിയാകുമ്പോൾ അവന് ഖേദമുണ്ടായി. എൻ്റെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടല്ലേ ഇന്നത്തെ ദിവസം ഞാൻ സമയം ചെലവഴിച്ചത്. രാത്രിയിൽ അവൻ 2 കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി അവൻ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവെ തെറ്റുപറ്റിപ്പോയി, എനിക്കതിൽ ഖേദമുണ്ട്, അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ബിഇദ്നില്ലാ അതിലേക്കൊരു മടക്കമില്ല. അങ്ങനെ അവൻ തൗബ ചെയ്താൽ അവൻ്റെ ആ പാപം മായ്ക്കപ്പെടും. പിറ്റേ ദിവസം അവൻ വീണ്ടും ആ തെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് പുതിയൊരു തെറ്റാണ് അവൻ എഴുതപ്പെടുക. എന്നാൽ തൗബ ചെയ്യാതെ രാത്രിയിൽ കിടന്നുറങ്ങിയവൻ അവനെ സംബന്ധിച്ചിടത്തോളം ആ പാപം അവിടെ നിലനിൽക്കും. പിറ്റേ ദിവസം വന്ന് അവൻ വീണ്ടും ഒരു പാപം ചെയ്താൽ അതിൻ്റെ മുകളിൽ ഒരു പാപം, അങ്ങനെ പാപക്കറകൾ അവൻ്റെ ജീവിതത്തിൽ തങ്ങി നിൽക്കും. എന്നാൽ ഒന്നാമനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും തൗബ ചെയ്തുകൊണ്ട് അവൻ്റെ തെറ്റുകളെ മായ്ച്ചു കളയുകയാണ്. ഇങ്ങനെ തൗബ ചെയ്ത് ജീവിച്ചവർ ഒരു പക്ഷേ അവൻ അവസാനം മരിക്കുന്ന ദിവസം അവൻ ചെയ്തിരിക്കുന്ന ഏതാനും ചില തെറ്റുകൾ മാത്രമായിട്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയോ, അവൻ തൗബ ചെയ്യാത്ത കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഈ പാപഭാരവുമായി അവൻ കണ്ടുമുട്ടേണ്ട സാഹചര്യം ഉണ്ടാകും. എത്ര റഊഫാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, എത്ര കരുണയുള്ളവനാണ് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കരുണ എത്ര വിശാലമാണ്. നമ്മൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാപങ്ങൾ മാപ്പാക്കുമെന്ന് മാത്രമാണോ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ തിന്മകൾ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത് പോലെ അത്തരക്കാരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റും. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു അടിമ, ഹറാമ് ചെയ്യുന്ന ഒരു അടിമ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളെ അള്ളാഹു നന്മകളാക്കി മാറ്റും. ഇതാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത. ആ പാപങ്ങളെ അള്ളാഹു നന്മകളാക്കും. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന തിന്മകൾ അതിനെ നന്മകളായിക്കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ തൗബ ചെയ്തവർക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാം പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. നാം പഠിച്ച കാര്യങ്ങൾ, ഹദീസുകൾ, ആയാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ചുള്ള അമലുണ്ടെന്ന് നാം ഉറപ്പുവരുത്തുക. അതിന് നമ്മെ തടസ്സമാകുന്നെങ്കിൽ ഇന്ന് നാം തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ഇന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദിന്റെ സമയം അള്ളാഹുവിന്റെ മുമ്പിൽ വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറഞ്ഞ സമയത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാര്യങ്ങൾ പറയുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമുക്ക് എത്ര ലളിതമാണ്, എത്ര നിസാരമാണ്. ഒരു വ്യക്തി എല്ലാ ദിവസവും 5 വക്ത് നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചാൽ വലിയ സമയം വേണോ? വേണ്ട. ചുരുങ്ങിയ സമയം ഒരു നിസ്കാരത്തിന് 10 മിനിറ്റ്, ഒരു അര ജുസ് പാരായണം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ വളരെ ചുരുങ്ങിയ സമയം. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ സാധിക്കാത്തത്? നേരെ മറിച്ച് 2 മണിക്കൂർ മൊബൈലിൽ വാട്സപ്പ് നോക്കിയിരിക്കാൻ, ഇൻസ്റ്റാഗ്രാം നോക്കാൻ, അതുപോലെ റീൽസുകൾ കണ്ട് സമയം കളയാൻ ഇന്ന് ആളുകൾക്ക് പറ്റുന്നു. എന്തുകൊണ്ടാണ് ഈ ഇബാദത്തുകൾ ഇത്രയും ഭാരമായി തോന്നുന്നത്? പിശാച് നമ്മെ അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. പിശാചിന്റെ ഷർറാണ്. അത് നാം തിരിച്ചറിയണം. ഇന്ന ശൈത്താന ലക്കും അദു ഫത്തഖിദൂഹു അദുവ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി കാണണം എന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നാം കൊണ്ടുവരണം. അമലുകൾ അനുസരിച്ച്, നാം പഠിച്ച കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അമല് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഈ ഒരു ദർസ് എന്ന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഉണർത്താണ്. ഇന്ന് രാത്രിയിൽ നാം ഖേദിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് നാം ഓരോരുത്തരും മടങ്ങാൻ വേണ്ടി തീരുമാനമെടുക്കുക. ചെയ്തു പോയ പാപങ്ങളൊക്കെ ശുദ്ധീകരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിച്ചാൽ, പിശാച് എത്രയെത്ര ഫിത്നകളിൽ നമ്മളെ ചെന്നിട്ടാലും, എത്രയെത്ര ഫിത്നകളിൽ കൊണ്ടിട്ടാലും തല ഉയർത്തി നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ തല ഉയർത്തിക്കൊണ്ട് നിൽക്കാൻ, പ്രയാസങ്ങളില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹ്ലുസ്സുന്നയുടെ 2ാമത്തെ അസ്ൽ എന്ന് പറയുന്നത് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ് റഹിമഹുല്ലാഹ് പറയുന്നു, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഖാളി ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ലാ യസാലുൽ ആലിമു ജാഹിലൻ ബിമാ അലിം ഹത്താ യഅമല ബി. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പഠിച്ചു എന്ന് പറയണമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കണം. നമുക്ക് പലർക്കും പല കാര്യങ്ങളും അറിയുന്നുണ്ടാകും, പക്ഷെ ജീവിതത്തിൽ അമലിൽ ഉണ്ടാവില്ല.
അമലിൽ ഉണ്ടാവില്ല. ഷെയ്ഖ് ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇഖ്തിലാഉൽ ഇൽമിൽ അമൽ എന്ന ഖതീബിന്റെ കിതാബിൽ കാണാം, അത്തരക്കാർ പഠിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ വിഡ്ഢികളാണ്, അറിവില്ലാത്തവരാണ്, അവർ അറിവുള്ളവരല്ല. കാരണം വാക്കുകൾ മാത്രം അറിഞ്ഞ് ജീവിതത്തിൽ അതിൻ്റെ ആധാറുകളില്ല എങ്കിൽ എന്തുപകാരമാണ് ഉള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം പഠിക്കുക. ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ് റഹിമഹുല്ലാഹ് പറയുന്നു, അൽ-ഇശ്തിഗാലു ബിൽ ഇൽം, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കിതാബിൽ, അൽ-ഇശ്തിഗാലു ബിൽ ഇൽം, അറിവ് പഠിക്കാൻ സമയം ചെലവഴിക്കുക എന്നുള്ളത്, അൻഫഉ മിനൽ ഇൻശിഗാലി ബിമാ ലാ ഫായിദത ഫീഹി മിൻ കലാമിൻ മുബാഹ്, അതാണ് അനുവദിക്കപ്പെട്ട സംസാരങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനേക്കാളും നല്ലത്. നോക്കൂ നിങ്ങൾ, ഹറാമിൽ എന്നല്ല, അനുവദിക്കപ്പെട്ട സംസാരങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനേക്കാളും നല്ലത് ഇൽമിന് വേണ്ടി ഇൽമു പഠിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ശേഷം അദ്ദേഹം പറയുന്നു, എൻ്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, ലൗ അന്ന ശബാബന, നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ യുവാക്കൾ, ലൗ ഖാമു ബിഹാദൽ അസ്ലി, ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഹഖൽ ഖിയാം ലസലിമു മിനൽ വുഖൂഇ ഫീ കസീരിൻ മിനൽ ഉമൂരി അല്ലതി ലൈസത് മിൻ ഖസാഇസിഹിം. ഇന്ന് പല ആളുകളും ചെന്ന് പെടുന്നത് എന്താണ്? അവർക്ക് ആവശ്യമല്ലാത്ത വിഷയങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിൽ. അവരെങ്ങാനും അവരുടെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കില്ല. ശേഷം അദ്ദേഹം പറയുന്നു, വല്ലത്തിൽ ഇശ്തിഗാലു ബിഹാ മദിയഅതുൽ ലിൽ വഖ്ത് കൽ ഇശ്തിഗാലി ബിതതബ്ബുഇ സിയാസാത്ത്, രാഷ്ട്രീയ കാര്യങ്ങളിൽ അതിന് സംസാരിച്ച് സമയം കളയുന്ന ആളുകൾ. ഇന്ന് ചില ആളുകൾ, കുറച്ച് ആളുകൾ തമ്മിൽ ഇരുന്നാൽ രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കും ചർച്ച, ലോകാടിസ്ഥാനത്തിലുള്ള ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഇടപാടുകളായിരിക്കും അവർക്കിടയിലുള്ള ചർച്ച. എന്താണ് ഉപകാരം? സംസാരം ഒന്നുകിൽ ഹറാമായിരിക്കാം. ഇനി ഹറാമല്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ സംസാരം നിനക്ക് മുബാഹായ സംസാരമാണ്, അനുവദിക്കപ്പെട്ട സംസാരം. എന്തിനാണ് നമ്മൾ അതിൽ സമയം കളയുന്നത്? രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയും നമ്മേക്കാളും വലിയ വിഷയങ്ങളിൽ സംസാരിച്ചും ഭരണാധികാരികളെ, ഇസ്ലാമിക ഭരണകൂടങ്ങളിലുള്ള ഭരണാധികാരികൾക്ക് അവർക്ക് നാം അവരിങ്ങനെയാണ് ചെയ്യേണ്ടത്, അവർ ശരിക്കും ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഈ കരാറിൽ അവർ ഒപ്പിടണമായിരുന്നു, അവരത് ചെയ്യണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള വലിയ വലിയ സംസാരങ്ങളിൽ ഇടപെടുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നീ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നെങ്കിൽ ഒന്നുകിൽ സംസാരിക്കുന്നത് നന്മയായിരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. രാഷ്ട്രീയ കാര്യം, നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ വന്നാൽ സംസാരിക്കാം. അതല്ലാതെയുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷണം നടത്തി ഓരോരോ വിഷയങ്ങളിൽ സംസാരിച്ച് അതിൽ സമയം കളയുന്നവർ, പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെലവഴിച്ചിരിക്കുന്ന സമയങ്ങളെക്കുറിച്ച് ചോദ്യം വന്നാൽ എന്ത് മറുപടിയാണ് നമ്മൾ പറയുക? ആളുകളുടെ അഭിമാനത്തിൽ സംസാരിക്കുന്നവർ, ഒരറിവുമില്ലാതെ പണ്ഡിതന്മാരെ കുറിച്ച് സംസാരിക്കുന്നവർ, ഇസ്ലാമിക ഭരണകൂടങ്ങളിലെ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീൻ വിലക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നാം ശ്രദ്ധിക്കണം, ഗൗരവത്തിലെടുക്കണം. നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണയുള്ളവരാണ് നമ്മൾ. ഇങ്ങനെ ഒരു ദിവസം മരിച്ച് അവിടെ തീരുന്നില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയുണ്ടെന്ന് ഉറച്ച ബോധ്യം നമുക്ക് വേണം. സമയം ചെലവഴിക്കുന്നത് എങ്ങനെ ചെലവഴിക്കുന്നു എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്? ഷെയ്ഖ് അബ്ദുസ്സലാം പറയുന്നു, വലമ്മാ ഖറജ അലൈനാ ഹാദാ തയ്യാറുൽ ജദീദ് ജനാ അലൽ ഇൽമി വൽ അമൽ. ഒരു വിഭാഗം ആളുകൾ വന്ന് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളിലും അവരുടേതല്ലാത്ത വിഷയങ്ങളിലും സംസാരം തുടങ്ങിയപ്പോൾ ഇൽമിനോടും അമലിനോടും അവർ ചെയ്തിരിക്കുന്ന ക്രൂരത അത് നിസ്സാരമായിരുന്നില്ല. വലിയ വിപത്തുകൾ ഉണ്ടാക്കി. നോക്കൂ, നിങ്ങൾ ഇന്ന് യൂട്യൂബ് നിങ്ങൾ തുറന്നു നോക്കിയാൽ ഒരു ദീനി വിദ്യാഭ്യാസവും ഇല്ലാത്തവർ അവരിതാ ചാനലുകളിൽ വന്ന് സംസാരിക്കുകയാണ്. ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ കുറിച്ച് അവർ നിരൂപണം നടത്തുകയാണ്. അവരുടെ പൊട്ട ബുദ്ധി വെച്ചുകൊണ്ട് അവരതാ ദീനിന്റെ അഹ്കാമുകളിൽ സംസാരിക്കുന്നു. ദീനിന്റെ അഹ്കാമുകളിൽ സംസാരിക്കുന്നവർ അള്ളാഹുവിന്റെ ദീനിൽ ഇങ്ങനെയാണ് വിധി, ഇതാണ് അള്ളാഹുവിന്റെ വിധി എന്നൊരുവൻ സംസാരിക്കുമ്പോൾ അവൻ അറിവില്ലാതെ, ഒരു യോഗ്യതയുമില്ലാതെ, ചിലപ്പോൾ അവർ ഡോക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ അവർ ഏതെങ്കിലും മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവരായിരിക്കാം, അവരെങ്ങനെയാണ് ദീനിൽ സംസാരിക്കുക? ദീനിൽ സംസാരിക്കുന്നത് അറിവുള്ളവരാണ്. അറിവുള്ളവർ മാത്രം കൈകാര്യം ചെയ്യേണ്ട പണിയാണ്. കാരണം അറിവിന്റെ മേഖല കൈകാര്യം ചെയ്യുക എന്നത് അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. തോന്നുന്നവൻ വന്ന് അവന് ഒരു മൈക്ക് മുമ്പിൽ കെട്ടിയാൽ തോന്നിയത് പറയേണ്ട സ്ഥലമല്ല. അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വറസത്താണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ, ഒരു വിഷയം സംസാരിക്കുമ്പോൾ, ഒരു വിഷയം കേൾക്കുമ്പോൾ, യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഉപകാരമുള്ളതാണോ കേൾക്കുക. കാരണം ഈ സമയത്തെക്കുറിച്ച് നിനക്ക് ചോദ്യം ഉണ്ടാകും. യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ നാം അത് പ്ലേ ചെയ്യുമ്പോൾ ചിന്തിക്കുക, ഇത് ഹറാമാണോ ഹലാലാണോ?
നിനക്കിതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ പറയുന്ന ഏത് വാക്കുകളാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും അത് രേഖപ്പെടുത്തുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം നന്മകളിൽ മുന്നേറാൻ അവരെപ്പോഴും പരിശ്രമിച്ചു. അവരതല്ലാതെ അനാവശ്യ വിഷയങ്ങളിൽ ഒരിക്കലും സമയം ചെലവഴിച്ചിരുന്നില്ല. നമ്മൾ സഹാബത്തിന്റെ പിൻഗാമികളാണ്, സലഫികളാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ മാർഗം പ്രിയപ്പെട്ടവരെ നാം എപ്പോഴും സ്വീകരിക്കുക. സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലഉഅതിയന്ന ഹാദിഹി റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, നാളെ യുദ്ധത്തിന്റെ പതാക ഞാൻ നൽകുന്നത് ഒരു വ്യക്തിക്കാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കായിരിക്കും ഞാനിത് നൽകുന്നത്. സഹാബത്തിന്റെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണ്? നമ്മൾ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു, നമ്മൾ പഠിക്കുന്നു. നാം ഫജ്ർ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമായതാണ്. നാം പഠിക്കുന്നു, ഇന്ന അമൽ നീ ചെയ്താൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും, ഇന്ന അമൽ നീ ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്താലുള്ള ഇരിപ്പിടങ്ങൾ അള്ളാഹു തയ്യാറാക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു, ഇതൊക്കെ പഠിക്കുന്നു. വേർതിരിവ് എവിടെയാണ്? സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫബാത അന്നാസു യദൂകൂന ലൈലതഹും അയ്യുഹും യുഅതാഹ. അന്ന് രാത്രിയിൽ സഹാബികൾക്കിടയിൽ അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ അവരുടെ ചർച്ച നാളെ ഉറങ്ങി എഴുന്നേറ്റ് എന്ത് ചെയ്യണം, നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യും, യാത്ര എങ്ങോട്ടാണ് എന്നായിരുന്നില്ല. ഫബാത അന്നാസു യദൂകൂന ലൈലതഹും അയ്യുഹും യുഅതാഹ. അവർക്കിടയിലുള്ള ചർച്ച എന്താണ്? അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഞാൻ ഈ പതാക നൽകുന്നത് അള്ളാഹുവും റസൂലും അവനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവും റസൂലും അവനെ ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ ആ വ്യക്തിക്ക് നാളെ പതാക നൽകപ്പെട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ വ്യക്തി അള്ളാഹുവിന് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്താണ്, നിസാരല്ല. ആ വ്യക്തി അള്ളാഹുവിന് ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ അവർ സമയം ചെലവഴിച്ചു. സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മ അസ്ബഹ അന്നാസു ഗദവ അലാ റസൂലില്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം കുല്ലുഹും യർജു അൻ യുഅതാഹ. പ്രഭാതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവർ ചെന്നു. എല്ലാവരുടെയും പ്രതീക്ഷ, എനിക്കതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, എനിക്കതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. നമുക്കറിയാം എത്രയെത്ര ശ്രേഷ്ഠതകൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇന്നത് ചെയ്താൽ വലിയ നന്മ ലഭിക്കും. രാത്രി നിസ്കാരത്തിന്റെ ഫളായിലുകൾ നമുക്കറിയാം. പക്ഷേ നമ്മുടെ അമലെവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരികയും തന്റെ അടിമകളോട് ഹൽ മിൻ ദാഇൻ ഫൗജീബ ലഹ്, ചോദിക്കുന്നവർക്ക് നൽകാം, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, പാപമോചനം ആവശ്യമുള്ളവർക്ക് അത് നൽകാം എന്ന് പറയുന്ന രാത്രിയുടെ അവസാന സമയം, അതിന്റെ ഫളായിലുകൾ മനസ്സിലാക്കിയ ഒരു മുസ്ലിം എങ്ങനെയാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അതിന്റെ മത്സരങ്ങൾ നടക്കുമ്പോൾ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ സമയം ഉറക്കൊഴിച്ചുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രി നിസ്കാരത്തിന് ഒരു സമയം പോലും ചെലവഴിക്കാത്തവൻ രാത്രിയിൽ അവൻ സമയം ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കളികൾ കാണാൻ അവൻ സമയം ചെലവഴിക്കുന്നെങ്കിൽ എവിടെയാണ് അവന്റെ മനസ്സിൽ അള്ളാഹുവിനുള്ള സ്ഥാനം? എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന ഒരുവനാണെങ്കിൽ ഒരു പക്ഷെ ഉറക്ക് അവനെ എങ്ങനെയും മാറ്റിവെക്കാൻ സാധിച്ചില്ല എന്ന് കരുതാം. അല്ല, അവൻ എഴുന്നേൽക്കാൻ സാധിക്കുന്നു. വേൾഡ് കപ്പ് കളികൾ നടക്കുമ്പോൾ അത് കാണാൻ അവൻ എഴുന്നേൽക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വന്ന് എന്നോട് ചോദിക്കുന്നവർക്ക് ചോദിക്കാം, അവർക്ക് ഞാൻ നൽകാമെന്ന് ലോകത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അതിന്റെ അധിപനായ അള്ളാഹു പറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ചു അല്ലാഹുവേ എനിക്ക് ഇന്ന കാര്യം വേണം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ആ അമൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ, ചെരുപ്പിന്റെ വാറ് പൊട്ടുമ്പോൾ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ കാണാം, ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർ, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അള്ളാഹുവിലേക്ക് ചോദിക്കുന്നവർ, ആ സഹാബത്തിന്റെ പിൻഗാമികളല്ലേ നമ്മൾ? എവിടെയാണ് നമ്മുടെ അമൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവി നിർമ്മിക്കുന്ന സമയം സഹാബികളൊക്കെ ഓരോരോ ഇഷ്ടികകൾ ചുമന്നു കൊണ്ടുവരാൻ, ഓരോരോ ഇഷ്ടികകൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു 2 ഇഷ്ടികകളാണ് എടുത്തു കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനെ കണ്ടു. അമ്മാറിനോട് പറഞ്ഞു, യാ അമ്മാർ അലാ തഹ്മിലു ലമിനതൻ കമാ യഹ്മിലു അസ്ഹാബുക്. അമ്മാറെ, ഈ പറഞ്ഞ സഹാബികളൊക്കെ ഇഷ്ടികകൾ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ഇതാ ഓരോരോ ഇഷ്ടികയാണ് കൊണ്ടുവരുന്നത്. എന്തിനാണ് താങ്കൾ ഈ 2 ഇഷ്ടിക കൊണ്ടുവരുന്നത്? അമ്മാറിന്റെ മറുപടി നമുക്ക് ജീവിതത്തിൽ മാതൃകയാക്കാൻ, പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ, മരണത്തിൽ വിശ്വസിക്കുന്നവരെ, നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരെ,
അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഉരീദുൽ അജ്റ മിനല്ലാഹ്. റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ജോലി കഴിഞ്ഞ ശേഷം താങ്കൾ എന്തെങ്കിലും വേതനം എൻ്റെ കയ്യിൽ വെച്ചിരുന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതല്ല എൻ്റെ തേട്ടം, എനിക്ക് സാലറി ലഭിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ എനിക്ക് ഉന്നതമായ പ്രതിഫലം വേണം. അതിനു വേണ്ടി മറ്റു സഹാബികൾ ഒരു ഇഷ്ടിക എടുക്കുമ്പോൾ ഞാനിതാ 2 ഇഷ്ടിക എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതായിരുന്നു അവരുടെ ജീവിതം. ഇതാണ് സഹാബികൾ. മറ്റുള്ളവർ ഒരു ഇഷ്ടിക എടുക്കുമ്പോൾ എനിക്ക് 2 എണ്ണം വേണം, കാരണം 2 ഇഷ്ടികയുടെ പ്രതിഫലം നാളെ എനിക്ക് അള്ളാഹു നൽകുമല്ലോ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ഇതായിരുന്നു പ്രിയപ്പെട്ടവർ മുൻഗാമികൾ ഇബാദത്തുകളിൽ കണ്ടെത്തിയ മാധുര്യം. നമുക്കിന്ന് നിസ്കരിക്കുമ്പോൾ അതിൽ ഭാരം അനുഭവപ്പെടുന്നു, അതിൽ പ്രയാസം തോന്നുന്നു. നമ്മുടെ മുൻഗാമികൾ അതിൽ ആസ്വാദനം കണ്ടെത്തി. ആമിർ ബിൻ അബ്ദ് ഖൈസ് റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽ ആബിദായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നതായി കാണാം, അദ്ദേഹത്തിന്റെ മരണമാസന്നമായപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. ഇന്ന് ആളുകൾ പൊതുവെ എന്താ പറയാ, ചെറിയ കുട്ടികളുണ്ട്, അയാൾ മരിച്ചാൽ കുട്ടികളെ കാര്യം എന്താവും, അവരുടെ കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ വിലയിരുത്തുക. അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം കരയുമ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കീക് ആമിറെ, എന്തിനാണ് താങ്കൾ ഈ കരയുന്നത്, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, മാ അബ്കി ജസഅൻ മിനൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഭയമല്ല എന്നെ കരയിപ്പിച്ചത്, വലാ ഹിർസൻ അല ദുനിയ, ഈ ദുനിയാവിൽ ഞാൻ ഇന്ന് മരിച്ചു പോയാൽ ഞാൻ വിട്ടേച്ചു പോകുന്ന സമ്പാദ്യം എനിക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന വേദനയല്ല ഒരിക്കലും എന്നെ കരയിപ്പിച്ചത്. വലാകിന്നി അബ്കി അലാ ളമഇൽ ഹവാജിർ, കഠിനമായ ചൂടുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുമ്പോൾ എനിക്ക് ലഭിച്ചിരുന്ന ഒരു ആസ്വാദനമുണ്ട്, മാധുര്യമുണ്ട്, അതെനിക്ക് ലഭിക്കുകയില്ലേ എന്ന വേദനയാണ് എന്നെ കരയിപ്പിച്ചത്. വഅലാ ഖിയാമി ലയാലി ശിതാ, ശക്തമായ തണുപ്പുള്ള രാത്രിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ച് എൻ്റെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞ് എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് എനിക്ക് ചോദിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ആസ്വാദനമുണ്ട്. എത്ര മ്യൂസിക്കുകളിൽ അത് കേട്ടാലും ലഭിക്കാത്ത ആസ്വാദനം, എത്രയൊക്കെ DJ പാർട്ടികളിൽ പോയാലും ലഭിക്കാത്ത ആസ്വാദനം. പ്രിയപ്പെട്ടവരെ, ഈ ആസ്വാദനം അതിനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ആമിർ ബിൻ അബ്ദ് ഖൈസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിന്റെ അസ്സുഹദ് വർ റഖായിഖ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് വിജയമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കലാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കുക. ബിഇദ്നില്ലാഹ് അമലുകളിൽ ഞാൻ മുന്നേറും. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നാം കുതിക്കുക, സൽക്കർമ്മങ്ങളിൽ മുന്നേറുക, സഹാബത്ത് ചെയ്തതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വെച്ച് പറയുന്നു, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്യാൻ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവാഫഖ ദാലിക മാലൻ ഇൻദി, പ്രവാചകന്റെ നിർദ്ദേശം വന്ന ദിവസം എൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു, കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നു. ഞാൻ തീരുമാനമെടുത്തു, അൽയൗമ അസ്ബിഖു അബാ ബക്കറിൻ, ഞാൻ ഇന്ന് അബൂബക്കറിനേക്കാളും സദഖ ചെയ്യും. എല്ലാ ദിവസവും അബൂബക്കറല്ലേ ധാരാളം നന്മകൾ ചെയ്യുന്നത്, ഇന്ന് ഞാൻ അബൂബക്കറിന് ഒരു ചാൻസ് കൊടുക്കില്ല, ഇന്ന് ഞാനായിരിക്കും ഒന്നാമൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി, ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. ഉമർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സമ്പാദ്യത്തിന്റെ നേരെ പകുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കൊണ്ടുവച്ചു. പ്രവാചകൻ ചോദിച്ചു, ഉമർ, താങ്കൾ എന്താണ് വീട്ടുകാർക്ക് ബാക്കി വെച്ചത്, എന്താണ് അവിടെ ബാക്കി വെച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊണ്ടതുപോലെ മറ്റൊരു ഓഹരി അവിടെയുമുണ്ട് പ്രവാചകരെ, താങ്കൾക്ക് തന്നതുപോലെ വീട്ടിലുമുണ്ട് അവർക്ക് ആവശ്യത്തിന്. ശേഷം അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു. അബൂബക്കർ സമ്പാദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചു. അബൂബക്കറിനോട് പ്രവാചകൻ ചോദിച്ചു, അബൂബക്കറെ, വീട്ടിലെന്താ ബാക്കിയുള്ളത്? പ്രവാചകരെ, അവർക്ക് അല്ലാഹുവും റസൂലും ഉണ്ട്, അവർക്ക് അല്ലാഹു റസൂലുണ്ട്, താങ്കളുടെ നിർദ്ദേശമല്ലേ, നൽകുന്നതിൽ ഒരു പ്രശ്നമില്ല, ഞാനിത് നൽകാൻ തയ്യാറാണ്. അമലുകളിൽ മാധുര്യം കണ്ടെത്തിയവർ, സൽക്കർമ്മങ്ങളിൽ മുന്നേറിയവർ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ ആയത്തിറങ്ങിയപ്പോൾ, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാണ് സദഖ ചെയ്യുക എന്ന പ്രോത്സാഹനവുമായി ആയത്തിറങ്ങിയപ്പോൾ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിന് വേണ്ടി സദഖ ചെയ്യാനാണോ ഈ പ്രോത്സാഹനം? അവിടുന്ന് പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ, എനിക്കൊരു തോട്ടമുണ്ട്, ആ തോട്ടം ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നൽകാൻ തയ്യാറാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, 600ഓളം ഈന്തപ്പന തടികളുള്ള ഒരു തോട്ടം. അതിന്റെ വലിപ്പം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്ര വലുതായിരിക്കും? 600ഓളം ഈന്തപ്പന തടികളുള്ള ഒരു തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇതാ നൽകാമെന്ന് പറഞ്ഞു. ശേഷം അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ എല്ലാമായ അവിടുത്തെ ജീവിതത്തിൽ ഒന്നിച്ച് താമസിക്കുന്ന സഹധർമ്മിണി, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, അവരൊക്കെ തോട്ടത്തിലുണ്ടായിരുന്നു.
അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങുക, ഈ തോട്ടം ഇതാ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഞാൻ ചെലവഴിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളിൽ മാധുര്യം കണ്ടെത്തിയ ഒരു പെണ്ണ്, ഒരു ഭാര്യ, അബൂ ദഹ്ദാഹിൻ്റെ ഭാര്യ, അവരൊരിക്കലും പറഞ്ഞില്ല ഇത്രയും നല്ല തോട്ടം എന്തിനാ ഫുള്ളും കൊടുത്തത്, കുറച്ച് കൊടുത്താൽ പോരായിരുന്നോ, കുറച്ച് കൊടുത്താൽ പോരെ, നമുക്കിത് ആസ്വദിച്ചൂടെ എന്ന് പറഞ്ഞില്ല. അവർ ഭർത്താവിനോട് പറഞ്ഞു, റബ്ബി ഹൽ ബയ്യ, ചെയ്ത കച്ചവടം ലാഭകരമാണ്, നിങ്ങൾ നടത്തിയിരിക്കുന്ന കച്ചവടം ലാഭകരമാണ്. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിന് പകരമായി എനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, അതിൻ്റെ വിലയറിഞ്ഞവർ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളിൽ മാധുര്യം ആസ്വദിക്കാൻ നാം ശ്രമിക്കുക. അത് എളുപ്പമല്ല. ഇന്നൊരു ദിവസം തീരുമാനിച്ചാൽ നാളെ മുതൽ ലഭിക്കണമെന്നില്ല. സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ, കാബത്തു നഫ്സി 20 സന, 20 വർഷത്തോളം ഞാൻ ശ്രമിച്ചപ്പോൾ തനഅംതു ബിഹാ 20 സന, അതിനുശേഷമുള്ള 20 വർഷത്തോളം ഞാൻ ആസ്വദിച്ചു എന്ന് സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലയുടെ സംസാരങ്ങളിൽ കാണാം. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത് അമലുകളിൽ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, അദ്ദഅവതു ഇലല്ലാഹ്, നീ പഠിച്ച കാര്യം, നീ മനസ്സിലാക്കിയ കാര്യം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. മറ്റുള്ളവർക്ക് നീ പകർന്നു നൽകുക. നിനക്കൊരു കാര്യം അറിയാം, നീ മനസ്സിലാക്കി, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുത്. നിന്റെ കുടുംബത്തിൽ ഒരാൾ ഇതിനെതിരായി പറയുന്നെങ്കിൽ അവനോട് പറയാം, ഇതല്ല ഇസ്ലാമിൻ്റെ നിർദ്ദേശം. നീ മനസ്സിലാക്കി ലോകം നിയന്ത്രിക്കുന്നത് റബ്ബാണ്, നീ അവരോട് പറയുക അവർ CM മടവൂരാണെന്ന് പറയുമ്പോൾ, അല്ല, ഇതല്ല മുസ്ലിമിന്റെ വിശ്വാസം, ഇത് അള്ളാഹുവിനും റസൂലിനും അതുപോലെ അള്ളാഹുവിന്റെ ദീനിൽ സഹാബികളും പഠിപ്പിക്കാത്ത വിശ്വാസമാണ്, പറഞ്ഞു കൊടുക്കുക. അദ്ദഅവതു ഇലല്ലാഹ്, നീ പഠിച്ച കാര്യങ്ങൾ അത് നീ പറഞ്ഞു കൊടുക്കുക. നോക്കൂ നിങ്ങൾ, അള്ളാഹു സൂറത്തുൽ അസ്റിൽ, ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, പക്ഷെ നമ്മളൊരു ഉണർത്തലാണ് എന്നെയും എൻ്റെ സഹോദരങ്ങളെയും. അള്ളാഹു സൂറത്തുൽ അസ്റിൽ പറയുന്നു, വൽ അസ്ർ, വൽ അസ്ർ, അള്ളാഹു സത്യം ചെയ്ത ശേഷം പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മളെല്ലാവരും മനുഷ്യർ അവർ നഷ്ടത്തിലാണ്, നശിച്ചവരാണ്, നാശത്തിലാണ്. ശേഷം അള്ളാഹു പറയുന്നു, ഇതിൽ നിന്ന് വിജയിച്ചവരാരാണ്? 4 കാര്യങ്ങൾ ചെയ്തവർ. ഇത് ചെയ്തോ എന്ന ചോദ്യമാണ് നാം പൂർത്തീകരിക്കേണ്ടത്. ഇല്ലല്ലദീന ആമനു, നമുക്ക് വിശ്വാസം വേണം, വിശ്വാസം വേണം, പേരിലല്ല, ഉറച്ച വിശ്വാസം, നമുക്ക് വിശ്വാസം ഉണ്ടാകണം. ഇല്ലല്ലദീന ആമനു, ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. വഅമിലുസ് സാലിഹാത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് നമുക്ക് പരസ്പരം പറയാൻ സാധിക്കണം. നിന്റെ സഹോദരൻ, നിന്റെ അനിയൻ, നിന്റെ സഹോദരി, നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ ഉമ്മ വാപ്പ അവരൊരു ഹറാമ് ചെയ്യുമ്പോൾ, ഉമ്മ ഇത് പാടില്ല, ഉപ്പ ഇത് പാടില്ല, ഇത് ദീന് വിലക്കിയതാണ്, ഇത് പറയാൻ നിനക്ക് നാവ് ഉയരണം. കാരണം നീ അള്ളാഹുവിൻ്റെ അടിമയാണ്, നിനക്ക് നാവ് ഉയരണം അവരോട് ഇത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ. മ്യൂസിക് കേട്ടുകൊണ്ട് നടക്കുന്നവർ അവരോട് പറയണം ഇത് ചെയ്യരുത്. ഹറാമുകൾ പരസ്യമായി ചെയ്യുന്നവർ അവരോട് നമുക്ക് പറയാൻ ഒരു അവസരം ലഭിച്ചാൽ അത് പറയണം, അവരോട് പറയണം. നാം ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ പരസ്യമായി എന്തെങ്കിലും ഹറാമുകൾ നടക്കുന്നു, അവരെ ഉണർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളത് ചെയ്യണം. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ പറ്റുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിർബന്ധമായും നമ്മൾ ചെയ്യണം. ഇത് അമ്പിയാക്കൾ ഏറ്റെടുത്ത ദൗത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദഅവത്തുമായി വന്ന് വീട്ടിലിരിക്കുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളിലേക്ക് എത്തിച്ചു, ജനങ്ങൾക്ക് സന്മാർഗം പറഞ്ഞു കൊടുത്തു, ഹക്കിന്റെ മാർഗം വിവരിച്ചു കൊടുത്തു. ഈ രൂപത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവരിലേക്ക് ഈ ദീനിന്റെ ദഅവത്ത് നമ്മൾ എത്തിക്കുക. വതവാസൗ ബിൽ ഹഖ്, ഹഖ് പറയുന്നവർ, പരസ്പരം വസിയത്ത് ചെയ്യുന്നവർ അവർ വിജയിച്ചിരിക്കുന്നു. അതിന്റെ മഫ്ഹൂം എന്താണ്? അതിന്റെ വിപരീതാർത്ഥം എന്താണ്? അത് ചെയ്യാത്തവർ പരാജിതരാണ്. വതവാസൗ ബിസ്സബ്ർ, അതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. നീ നന്മ പറഞ്ഞു കൊടുക്കാൻ പോയാൽ നിന്നെ ചുവന്ന പരവതാനികൾ വിരിച്ചുകൊണ്ട് അവർ സ്വീകരിക്കണമെന്നില്ല, നിന്നെ വലിയ വലിയ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് അവർ സ്വീകരിക്കണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ പോലെ അതിന്റെ ചില അംശങ്ങളെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ടി വരും. വതവാസൗ ബിസ്സബ്ർ, അതിൽ നീ ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഊദീതു ഫില്ലാഹ് വമാ ഊദിയ അഹദുൻ ഖബലി, ഞാൻ ബുദ്ധിമുട്ടിക്കപ്പെട്ടതുപോലെ, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾ പോലെ ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്കൊക്കെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കേവലം ചില ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഒരു മനുഷ്യനായിരുന്നു. അവിടുന്ന് അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, ഈ ദഅവത്തിന്റെ മാർഗത്തിൽ അവിടുന്ന് അനുഭവിച്ച പരിഭവങ്ങൾ, അവിടുത്തെ കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, ജീവിതത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ ഉപ്പയില്ലാതെ ജീവിച്ചു, യതീമായി കൊണ്ട് ജീവിച്ചു. ഉമ്മയുടെ തലോടലും ഉമ്മയുടെ സ്നേഹവും ജീവിതത്തിൽ ആസ്വദിച്ചു വരുമ്പോൾ 6 വയസ്സാകുമ്പോഴേക്ക് ഉമ്മ മരണപ്പെടുന്നു. പിന്നീട് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോരുത്തരായി ഏറ്റെടുത്ത് അവിടുത്തെ ജീവിതത്തിൽ പരീക്ഷണത്തിന് മേൽ പരീക്ഷണം, ജീവിതത്തിൽ അവിടുന്ന് അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ,
അവിടുന്ന് അനുഭവിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, ഉഹദിന്റെ രണാകുളത്തിൽ വെച്ച് അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഉഹദ് എന്ന് താങ്കൾ അനുഭവിച്ചിരിക്കുന്ന പ്രയാസത്തെക്കാൾ വലിയൊരു പ്രയാസം താങ്കൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറയുന്നു, തായിഫിലേക്ക് ദഅവത്തുമായി പോയ ഘട്ടം, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസങ്ങൾ, മക്കയിൽ ദഅവത്ത് നടത്തി അവിടുന്ന് പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ അവിടുന്ന് ഒരു ആശ്വാസം ലഭിക്കുമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയി അവിടെ ദഅവത്ത് നടത്താൻ. പക്ഷേ അവിടുത്തെ പ്രവാചകനെ സ്വീകരിച്ചത് കല്ലുകൾ എറിഞ്ഞുകൊണ്ടായിരുന്നു. അവിടുത്തെ കാലുകളിൽ മുറിവ് ബാധിച്ചു. ചരിത്രത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ കാണാം, അവിടുത്തെ കാലുകൾ ചെരുപ്പിന് ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തങ്ങൾ ഒലിച്ചു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ലഖദ് ഊദീതു ഫില്ലാഹ് വമാ ഊദിയ അഹദുൻ ഖബലി, ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സഹിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, ഞാൻ സഹിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതൊരാൾക്കും നേരിടേണ്ടി വന്നിട്ടില്ല. എന്തായിരുന്നു കാരണം? ഈ ഉമ്മത്തിന്റെ ഹിദായത്തിന്, ഈ ഉമ്മത്തിന്റെ ഹിദായത്തിന് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ കാര്യം ചിന്തിച്ചു, നമ്മുടെ കാര്യം ചിന്തിച്ചു, നമുക്ക് വേണ്ടി സംസാരിച്ചു, നമുക്ക് സന്മാർഗം ലഭിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ദൗത്യമാണ് ദഅവത്ത്, അവിടുന്ന് നടത്തിയിരിക്കുന്ന ദൗത്യമാണ് ദഅവത്ത്. അവിടുത്തെ ചെയ്തിരിക്കുന്ന ത്യാഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ ഒരു ഭാഗമാകാൻ നമ്മൾ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു ഫീ തഅതി, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ, വീണ്ടും ആവർത്തിക്കാൻ, ഒരു അടിമ എന്നൊക്കെ പറയുമ്പോൾ ഞാനും നീയും നമ്മൾ ഓരോരുത്തരും, അല്ലാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലക ഫീ തഅതി, അല്ലാഹുവിന് ഖൈർ ചെയ്യാൻ, അവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ അല്ലാഹു നിന്നെ ഉപയോഗിക്കും. നിനക്ക് ഒരു തെറ്റ് കാണുമ്പോൾ ഇത് പാടില്ല എന്ന് അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു നിന്നെ ആ നന്മയിൽ ഉപയോഗിച്ചു. ഒരു തിന്മ കാണുമ്പോൾ ഇത് പാടില്ല, ഒരു നന്മ ഇത് ചെയ്യണം എന്ന് പറയാൻ സാധിച്ചാൽ അതാണ് അമ്പിയാക്കൾ നടത്തിയിരിക്കുന്ന ദഅവത്ത്. അതിന്റെ ഒരു കണ്ണിയാകാൻ, അതിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നാളെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം അതൊരിക്കലും നിസ്സാരമല്ല. ഇതായിരുന്നു സഹാബത്തിന്റെ ജീവിതം. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചു. അവർക്ക് അത് കാരണത്താൽ വരുന്ന പ്രയാസങ്ങൾ അവർ സഹിച്ചു. എത്രയെത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും, അവരുടെ ശരീരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടാലും അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചിന്ത മാത്രമായിരുന്നു. അനേകം ഉദാഹരണങ്ങൾ അവർ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറയും, പ്രവാചകരെ, ഒരു അവസരം ലഭിച്ചാൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിക്കുമെന്ന് സഹാബികൾ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറയാറുണ്ട്. ആളുകൾ, അവരുടെ കൂട്ടുകാർ, അവരുടെ വേണ്ടപ്പെട്ടവർ അവരുടെ മുന്നിൽ വെച്ച് അവരുടെ ശിരസ്സുകൾ ഛേദിക്കപ്പെടുമ്പോഴും അവർ കൊല്ലപ്പെടുമ്പോഴും നാളെ ഞാൻ ഈ ദീൻ ഒഴിവാക്കാമെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ അമ്മാർ ബിൻ യാസിർ, 2 കല്ലുകൾ എടുത്തുകൊണ്ട് എനിക്കിതിന്റെ പ്രതിഫലം അധികമായി വേണമെന്ന് പറഞ്ഞ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാവ് സുമയ്യ റളിയല്ലാഹു അൻഹ മക്കയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് അവരുടെ കൺമുമ്പിൽ വെച്ച് അവർ കണ്ടിട്ടും, അവരുടെ ശരീരം മുറിക്കപ്പെടുന്നവർ അവർ കണ്ടിട്ടും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ദീനിൽ നിന്ന് ഒരടി പോലും, പ്രിയപ്പെട്ടവരെ, പിന്നോട്ട് വലിച്ചില്ല. സ്വന്തം മാതാവ് മരിക്കുന്ന അവസ്ഥ കാണുകയാണ്. സ്വന്തം കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ മക്കയുടെ മരുഭൂമിയിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നത് കാണുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യാൻ സാധിച്ചെങ്കിൽ യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണെന്ന് ബോധ്യമുള്ളവർ, അവരുടെ പിൻഗാമികളല്ലേ നമ്മൾ. ദഅവത്തിന് നമുക്ക് സാധിക്കുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം. നഹാവന്ത് യുദ്ധത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം നഹാവന്ത് യുദ്ധത്തിന് പോയവർ, അവരുടെ ചരിത്രം പറയുന്നതിനിടയിൽ സിയാദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള പറഞ്ഞതായി കാണാം, എൻ്റെ പിതാവ് പറയാറുണ്ട്, ഫവല്ലാഹി മാ അലിംതു മിനൽ മുസ്ലിമീന അഹദൻ യുഹിബ്ബു അൻ യർജഅ ഇലാ അഹ്ലി ഹത്താ യുഖ്തല ഔ യുഗ്ഫർ. നഹാവന്ത് യുദ്ധം എന്ന് പറയുന്നത് വളരെ ഭീകരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന, വളരെ പ്രയാസം അനുഭവപ്പെട്ടിരിക്കുന്ന, പല മുസ്ലിമീങ്ങളും കൊല്ലപ്പെട്ടിരുന്ന നുഅ്മാൻ ഇബ്നു മുഖർറിൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ സഹാബികൾ മരിച്ചിരുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നു, ശത്രുപക്ഷം അതികഠിനമായിരുന്നിട്ടും വലിയ സൈന്യമായിരുന്നിട്ടും ആ സഹാബി, ഈ മഹാനായ സിയാദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയുടെ പിതാവ് പറയുന്നു, അതിൽ നിന്ന് ഒരാൾ പോലും തിരികെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, തിരികെ പോകണമെന്ന് ആഗ്രഹിച്ചില്ല. ഇതായിരുന്നു സഹാബത്തിന്റെ ജീവിതം, ഇതായിരുന്നു സഹാബത്തിന്റെ ജീവിതം. നമ്മൾ വെറുതെ റളിയല്ലാഹു അൻഹും വറളു അൻ എന്ന സ്ഥാനമൊക്കെ അവർക്ക് ലഭിച്ചത് ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങി പകലിലേക്ക് അവരെ തേടിയെത്തിയ ഷഹാദത്ത് അല്ല, അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റ് അല്ല. ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദഅവത്തിന്റെ മേഖലയിൽ നമുക്ക് എന്താണോ സാധിക്കുന്നത്, നമ്മുടെ വീട്ടിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ,
നമ്മുടെ വീട്ടിൽ ബിദ്അത്തുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് അവരിലേക്ക് എന്താണോ എത്തിക്കാൻ സാധിക്കുന്നത് അത് നമ്മൾ എത്തിക്കുക, അത് അവർക്ക് നാം പറഞ്ഞു കൊടുക്കുക. ഇതായിരുന്നു സഹാബത്തിന്റെ മാർഗം. അബൂ മദീനത്ത് അദ്ദാരിമി റഹിമഹുള്ള പറഞ്ഞതായി കാണാം, സഹാബത്ത് തന്നെ അവർ പരസ്പരം ജീവിതത്തിൽ രണ്ടുപേർ കണ്ടാൽ പരസ്പരം നസീഹത്തുകൾ കൈമാറുമായിരുന്നു. അബൂ മദീനത്ത് അദ്ദാരിമി പറയുന്നു, وكان الرجلان من أصحاب النبي عليه السلام إذا التقيا لم يتفرقا حتى يقرأ أحدهما على الآخر فلعل العصر. രണ്ട് സഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരും സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യാതെ പിരിയാറുണ്ടായിരുന്നില്ല എന്ന് അബൂ മദീനത്ത് അദ്ദാരിമി റഹിമഹുള്ള പറഞ്ഞതായി തബറാനി അദ്ദേഹത്തിന്റെ അൽ ഔസത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഇതാണ് സഹാബികൾ. ശുജാ ഇബ്നുൽ വലീദ് റഹിമഹുള്ള പറയുന്നു, ഹില്യത്തുൽ ഔലിയായിൽ അബൂ നുഐം ഉദ്ധരിക്കുന്നതായി കാണാം, കുന്തു അഖ്റുജു മഅ സുഫിയാൻ അസ്സൗരി, ഞാൻ ചിലപ്പോഴൊക്കെ മഹാനായ സുഫിയാൻ അസ്സൗരി റഹിമഹുള്ളയുടെ കൂടെ പോകുമായിരുന്നു. فما يكاد لسانه يفتر عن الامر بالمعروف والنهي عن المنكر ذاهبا وراجعا. പോകുമ്പോഴും വരുമ്പോഴും ആളുകൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് കണ്ടാൽ അത് ഉണർത്തും, ഇത് പാടില്ലെന്ന് പറയും, ഇത് ചെയ്യരുതെന്ന് പറയും. നന്മ ആരെങ്കിലും ഒഴിവാക്കുന്നത് കണ്ടാൽ ആ നന്മ ചെയ്യണമെന്ന് പറയും, ഇതാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം എന്ന് പറയും. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, നാം അല്ലാഹുവിന്റെ നല്ല അടിമകളായി മാറാൻ നാം എപ്പോഴും ശ്രമിക്കുക. ദഅവത്തുകളിൽ നമുക്ക് എന്താണോ സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യും. ഒരാൾക്ക് ഒരായത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ വിഷയം എളുപ്പമാണ്. തിന്നുന്നവൻ ഒരാൾ തിന്നുമ്പോൾ ബിസ്മി ചൊല്ലാതെ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരോട് പറയാം, ബിസ്മി പറയാ. ഈ രൂപത്തിൽ ഒരു വ്യക്തി ചെരുപ്പിടുന്നത് കാണുന്നു, നമ്മൾ അവരോട് പറയാം, ആദ്യം വലതുകാലം ധരിക്കുക. അവൻ ഇടതുകാലാണ് ധരിക്കുന്നതെങ്കിൽ ഉണർച്ച. മസ്ജിദിലേക്ക് വരുമ്പോൾ വലതുകാല് വെക്കുന്നതിന് പകരം ഇടതുകാല് വെച്ചാൽ അവരോട് ഉണർച്ച. വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുമ്പോൾ സലാം പറയാതെ വരുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാ, സലാം പറഞ്ഞു വരുത്തല്ലേ അതിൻ്റെ ഒരു പൂർണ്ണത. പരസ്പരം ദുആ ചെയ്യുന്നവർ, പരസ്പരം അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര വലിയ മഹത്വങ്ങളാണ് പ്രിയപ്പെട്ടവർ. റബ്ബിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ ഇസ്ലാമിക അന്തരീക്ഷങ്ങൾ, ഉപ്പ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുമ്പോൾ മക്കൾ വന്നിട്ട് പറയാം, ഉപ്പ അത് പാടില്ല, അള്ളാഹുവിന്റെ ദീന് വിലക്കിയതാണ്. മക്കൾ മ്യൂസിക് കേൾക്കുമ്പോൾ മോനെ അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. മക്കൾ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ മോനെ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ ഹറാമാണ്. മക്കൾ താടി വടിക്കുമ്പോൾ മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് താടി ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുക. ഭാര്യ ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങുമ്പോൾ മോളെ ഹിജാബ് ധരിക്കണം. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീന് ദഅവത്ത് നടത്താൻ നമ്മുടെ വീടുകളിൽ നമുക്ക് സാധിക്കുന്ന ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ നാം ഈ ദീനിനെ മുറുകെ പിടിക്കണം. വല്ലാഹി ഈ ദീനിനാണ് വിജയം. അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കുന്നത് ഈ ദീന് മാത്രമാണ്, അള്ളാഹുവിന്റെ ദീന് മാത്രമാണ്. ഇന്ന് പാശ്ചാത്യരുടെയും മറ്റും അവരുടെ സ്വാധീനങ്ങൾ കാരണത്താൽ മുസ്ലിം സമൂഹത്തിലേക്ക് വന്നിരിക്കുന്ന എത്രയെത്ര വൃത്തികേടുകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ ഇന്ന് ആളുകൾ അതിനെ ഭംഗിയായി കാണും. ഹിജാബ് ഉപേക്ഷിക്കാനും ഹിജാബ് ഒഴിവാക്കാനും ഒക്കെ ചില പാർട്ടികളും മറ്റും ഇവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് സൗഭാഗ്യം. ആളുകൾ ഒരു പക്ഷേ 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് കളിയാക്കും, ആളുകൾ ഒരു പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന കൂടാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബിനെ പരിഹസിക്കും. എന്തൊക്കെ പരിഹസിച്ചാലും അള്ളാഹുവിന്റെ ദീൻ അത് പാലിച്ചവർക്കാണ് അവസാന വിജയം. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ് നമ്മൾ, മരിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് നമ്മൾ. അള്ളാഹു നമ്മെ പടച്ചിരിക്കുന്നത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്മ പറയാൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പിഴച്ച ചില കക്ഷികളും മറ്റുമൊക്കെ സലഫി ദഅവത്തിനെതിരിൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇക്കൂട്ടർ പറയുന്നത് ആരും ദഅവത്ത് നടത്തരുത്, ദഅവത്ത് നടത്തുന്നത് പണ്ഡിതന്മാർ മാത്രമായിരിക്കണമെന്ന ആരോപണം പറയാറുണ്ട്. ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ് റഹിമഹുള്ള പറയുന്നു, ലാ യുശ്തറതു ലിമൻ യകൂനു ദാഇയൻ ഇലല്ലാഹ് അൻ യുലിമ്മ ബിജമീഇൽ അഹ്കാമി ശർഇയ്യ. ദീൻ പറയാൻ ദീനിന്റെ എല്ലാ വിധിവിലക്കുകളും പഠിക്കണമെന്നില്ല. വലാകിന്നൽ വാജിബ അലൈഹി അൻ യകൂന ആലിമൻ ബിമാ യദ്ഉ ഇലൈഹി. പക്ഷേ പറയുന്ന കാര്യങ്ങൾ പഠിക്കണം, അത് നിർബന്ധമാണ്. അതറിയാത്തവർ ചെയ്യരുത്. നിന്നോട് നിന്റെ സഹോദരൻ നിന്റെ കച്ചവടത്തിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു കൊളീഗ് വന്നിട്ട് പറയാണ്, ഇന്നൊരു ബിസിനസ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നു, അതിന്റെ ഹുക്കം എന്താണ്, അത് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, നിനക്കറിയെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് നീ പറഞ്ഞു കൊടുക്കുക. അറിവുള്ള കാര്യങ്ങൾ നമുക്ക് ദഅവത്ത് നടത്താം. അത് ചെറിയ കാര്യമാണെങ്കിൽ ആ കാര്യം പറഞ്ഞു കൊടുക്കാം. അറിവുള്ളത് മാത്രം നമ്മൾ ദഅവത്ത് നടത്തുക. അതുകൊണ്ട് അറിവുള്ളവർ, പണ്ഡിതന്മാർ മാത്രമേ ദഅവത്ത് നടത്താൻ പറ്റൂ എന്നല്ല, മറിച്ച് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് പറഞ്ഞതുപോലെ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം കിതാബ് തൗഹീദിന്റെ ശർഹിൽ പറഞ്ഞതുപോലെ, പറയുന്ന കാര്യങ്ങൾ നിനക്ക് അറിവുണ്ടെങ്കിൽ നിനക്ക് ദഅവത്ത് നടത്താം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദഅവത്ത് നടത്താൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം ഒരിക്കലും പാഴാക്കാൻ പാടില്ല. 4-ാമത്തെ അടിസ്ഥാനം അദ്ദേഹം പറയുന്നു, അൽ-ഇഹ്തിമാമു ബിഅഖീദത്തി സലഫ് ഇൽമൻ വഅമലൻ വതഅലീമൻ. മുൻഗാമികളുടെ മാർഗം, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു അതിനെക്കുറിച്ച്. മുൻഗാമികളുടെ മാർഗം അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. സലഫ് എന്ന് പറഞ്ഞാൽ
സലഫികൾ എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കാത്തവർ, സലാത്ത് ചൊല്ലാത്തവർ, പല രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളുമുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് ഒരു നാട്ടിൽ പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു സഹോദരൻ, അവനോട് ഞാൻ സലാം പറഞ്ഞു. അവൻ സലാം അടക്കുകയില്ല. എന്താണ് കാരണം? ഉസ്താദ് പറഞ്ഞു അവർ സലഫികളാണ്, 3 നേരം മാത്രമേ നിസ്കരിക്കൂ. അപ്പം ഇങ്ങനെയുള്ള ധാരണകൾ വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഈ രൂപത്തിൽ പല തെറ്റിദ്ധാരണകളും സലഫിയത്തിനെ കുറിച്ച് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സലഫികൾ എന്ന് പറഞ്ഞാൽ ലളിതമായി സലഫികൾ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അത് ഏതെങ്കിലും ഒരു സംഘടനയുടെ വക്താക്കളല്ല. സലഫികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളുകൾക്ക് പറയുന്ന പേരല്ല. മറിച്ച് സലഫികളുടെ മാനദണ്ഡം ഖുർആനും സുന്നത്തും മുൻഗാമികൾ അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു അവരെങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് ആ രൂപത്തിൽ ദീന് മനസ്സിലാക്കുന്നവർക്ക് പറയുന്ന പേരാണ് സലഫികൾ. അതല്ലാതെ ഇതേതെങ്കിലും സംഘടനയുടെ ഭാഗമല്ല, ഇതേതെങ്കിലും പുതിയ ആശയങ്ങളുടെ പേരല്ല, ഇതേതെങ്കിലും പുതിയ വാദങ്ങൾ കൊണ്ടുവന്നവരുടെ പേരല്ല. ഏത് വിഷയത്തിലും നമ്മുടെ മാതൃക സഹാബികളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു വിഭാഗം, അതിൻ്റെ പേരാണ് സലഫികൾ എന്ന് പറയുന്നത്. അവരുടെ മാർഗം നാം മുറുകെ പിടിക്കുക. അവരുടെ മാർഗം, പ്രിയപ്പെട്ടവരെ, നാം മുറുകെ പിടിക്കുക. അവരുടെ മാർഗത്തിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൽമ പഠിക്കുക, അമൽ ചെയ്യുക, ദഅവത്ത് നടത്തുക എന്നുള്ളതൊക്കെ. ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ് റഹിമഹുല്ലാഹ് പറയുന്നു, മിമ്മ യുസ്ഫു ലഹ്, വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്, അന്നന അസ്ബഹ്നാ നസ്മഉ ഫി ഹാദിഹിൽ ആവിനത്തിൽ അഖീറ കലാമൻ യുനാബിദുൽ അഖീദ ويبعدها عن ساحات الاهتمام وهذه من المصائب والتامات فالخلق إنما خلقوا لغاية عظمى. അദ്ദേഹം പറയുകയാണ്, ഇന്ന് സമീപകാലങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം 23 വർഷം മുമ്പ് മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഇന്ന് ചില ആളുകളൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ നോക്കുന്ന ആശയം എന്താണ്? അഖീദക്കൊന്നും വലിയ സ്ഥാനമില്ല, അഖീദയൊന്നും അങ്ങനെ ഗൗനിക്കേണ്ട ഒരു കാര്യമല്ല, അത് വലിയ, അതിൻ്റെ പേരിൽ പരസ്പരം നമ്മൾ വെറുക്കുക, അതിൻ്റെ പേരിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ നമ്മൾ ഒരു നിസ്സാരമായ വിഷയമായി കാണണം എന്ന് ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇത് വളരെ ഗുരുതരമായ അബദ്ധമാണ്. നാം എപ്പോഴും നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ മുൻഗാമികൾ എങ്ങനെയാണോ വിശ്വസിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏത് മാർഗത്തിലാണോ ആ മാർഗം മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. നേരത്തെ അവിടുന്ന് പറഞ്ഞില്ലേ, ധാരാളം വരകൾ വരച്ചുകൊണ്ട് പറഞ്ഞു, വലത്തേക്കും ഇടത്തേക്കും നിങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടാകും, അതിനെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. ചില ഹദീസുകളിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈഫ വന്നുകൊണ്ട് ഫിത്നയെക്കുറിച്ചും മനുഷ്യരെ നാശത്തിലേക്ക് നയിക്കുന്ന ഈ പറഞ്ഞ പിഴച്ച കക്ഷികളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈഫ പറഞ്ഞു, സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ഈ പിഴച്ച വിഭാഗങ്ങൾ അവരെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തരണം. എൻ്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാം, ഈ പിഴച്ച വിഭാഗങ്ങളെ കുറിച്ച് എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും മിൻ ജിൽദതിന, അവർ നിങ്ങളുടെ അരികിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ മുസ്ലിമീങ്ങളായിരിക്കും. യതകല്ലമൂന ബിഅൽസിനതിന, അവർ നിങ്ങളോട് പറയുന്നത് ഖുർആനും സുന്നത്തും മാനദണ്ഡമാക്കിയിട്ടായിരിക്കാം. ഖുർആൻ ഓതും, ഹദീദ് പറയും, എന്നിട്ട് അവർ പറയും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം. ഖുർആൻ ഓതും, ഹദീദ് പറയും, എന്നിട്ട് അവർ പറയും ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. ഖുർആൻ പാരായണം ചെയ്യും, ഹദീദ് പറയും, എന്നിട്ട് അവർ പറയും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം. ഇതൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞു തരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ജീവിച്ച മാർഗം നിങ്ങൾ നോക്കുക. ഞാനും എൻ്റെ സഹാബികളും എങ്ങനെയാണോ ജീവിച്ചത് അത് നിങ്ങൾ മുറുകെ പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചാൽ വളരെ വ്യക്തമായൊരു രൂപമാണ്. കാരണം ഹദീസിന്റെ വചനങ്ങൾ, ഖുർആനിന്റെ ആയാത്തുകൾ എടുത്തുകൊണ്ട് അറബി ഭാഷയിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരുവനെ ദുർവ്യാഖ്യാനിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അതനുസരിച്ച് ജീവിച്ച് കാണിച്ചു തന്ന ഒരു സമൂഹമുണ്ടായിരുന്നു നമുക്ക്. ഈ ഖുർആനും സുന്നത്തും ആദ്യമായി ലഭിച്ച ഒരു പറ്റം ആളുകൾ അവരതനുസരിച്ച് ജീവിച്ചു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ നമ്മൾക്ക് മുമ്പിലുള്ള ഈ ഖുർആനിന്റെ ആയാത്തുകളും ഹദീസുകളും അവർക്ക് മുമ്പിലുണ്ടായിരുന്നു. നബിദിനാഘോഷം നടത്താൻ ഒരുവൻ വന്ന് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു എന്ന ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് നബിദിനാഘോഷം വേണം എന്നൊരുവൻ പറഞ്ഞാൽ അവരെന്ത് പറയും? ഈ ആയത്തിന് നബിദിനം ആഘോഷിക്കാമെന്ന് തെളിവുണ്ട്, നമുക്കതിനോട് തർക്കം എന്താണ്? അവരോടുള്ള ചോദ്യം, ഈ ആയത്ത് ആദ്യമായി ലഭിച്ചത് നമുക്കാണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനാണ്. ഒരു സഹാബി, പ്രവാചകന്റെ വഫാത്തിന് ശേഷം 100 വർഷങ്ങളോളം സഹാബികൾ ജീവിച്ചിരുന്നിട്ടും ഒരു സഹാബി അവിടുത്തെ ജീവിതത്തിൽ ഈ ആയത്ത് അനുസരിച്ചുകൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിൽ നബിദിനാഘോഷം വേണം എന്ന് പറഞ്ഞ് ആഘോഷിച്ചതായി ഒരു സഹാബിയുടെ ജീവിത ചരിത്രം ഒരാൾക്കും കൊണ്ടുവരാൻ സാധ്യമല്ല. എന്ന് മനസ്സിലാക്കുക, ഈ ആയത്തിന്റെ അർത്ഥം നബിദിനാഘോഷമല്ല. ഈ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല. അങ്ങനെ ഒരു അർത്ഥമുണ്ടെങ്കിൽ
ലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അതൊരു നന്മയായിരുന്നെങ്കിൽ മുൻഗാമികൾ സഹാബത്തുൽ കിറാം അത് അവർ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞത്, മാലം യഅരിഫുൽ ബദരിയൂൻ ഫലൈസ മിനദ്ദീൻ, ബദരീങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ദീനല്ല. അന്നില്ലാത്തൊരു സലാത്ത് എന്നൊരുവൻ കൊണ്ടുവന്നാൽ, അന്നില്ലാത്തൊരു വിശ്വാസം എന്നൊരുവൻ കൊണ്ടുവന്നാൽ അത് ദീനിന്റെ ഭാഗമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും അതിന്റെ ഉദ്ദേശം അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും എന്നല്ല, അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുമെന്നാണ്. തയ്യം നമ്മൾ അവരോട് പറയാണ്, അല്ല, അതല്ല അതിന്റെ ഉദ്ദേശം. അവർ പറയും ഹദീസിന്റെ ശാരിഹീങ്ങൾ, ഹദീസിന്റെ ശുറൂഹിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരോടുള്ള ചോദ്യം, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആദ്യമായി കേട്ടതാരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ. അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു ഇറങ്ങില്ല, റഹ്മത്താണ് ഇറങ്ങുക എന്ന്? ഒരാളും പറഞ്ഞിട്ടില്ല. നമ്മുടെ വിശ്വാസം അവിടെയാണ്, നമ്മുടെ വിശ്വാസം അവിടെയാണ്. പ്രവാചകൻ എന്തു പറഞ്ഞോ അവിടെ നമ്മൾ നിൽക്കുക, സഹാബികൾ എങ്ങനെ ജീവിച്ചു കാണിച്ചോ അവിടെ നമ്മൾ നിൽക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം, അതാണ് നമ്മുടെ ജീവിതം, അതാണ് സലഫിയ്യത്തിന്റെ മാർഗം. പുതിയ ഒരു കാര്യം, പുതിയൊരു സലാത്ത് കൊണ്ടുവരുന്നു, അവൻ പറയാണ് ഇത് നല്ല കാര്യമാണ്. നമുക്ക് അവരോടുള്ള ചോദ്യം, സഹാബികൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? നമുക്കത് വേണ്ട. ഏത് കാര്യവും പ്രിയപ്പെട്ടവരെ സഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ മടക്കുക. അതിന് ഏറ്റവും വലിയ പോയിന്റ് എന്താണ്? നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക, ഈ ഖുർആനും സുന്നത്തും ഓതിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നൗഷാദ് ഹസനിയെ പോലെയുള്ള വലാലത്തിന്റെ പിഴച്ച വിഭാഗങ്ങൾ അവർ വന്ന് സ്റ്റേജ് കെട്ടി ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് അവർ വാദിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഏത് ആയത്ത് വന്നാലും ഏത് ഹദീസ് വന്നാലും സലഫിയെ സംബന്ധിച്ചിടത്തോളം അവന് മറുപടി പറയാനുള്ള മാനദണ്ഡം എന്താണ്? ഈ ഖുർആനും സുന്നത്തും സഹാബികൾക്കാണ് ആദ്യം ലഭിച്ചത്. അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം നിനക്ക് മനസ്സിലായാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ദീന് പഠിച്ചവരെക്കാളും നല്ലത് ഈ വന്ന പിഴച്ച ആളുകൾ എന്നാണ്. അതെങ്ങനെ ശരിയാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ മുഖം നോക്കി അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയുൻ ഫിൽ ജന്ന, തൽഹ ഫിൽ ജന്ന എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ചില സഹാബികൾ, അവരെ കുറിച്ച് നിങ്ങളൊക്കെ സ്വർഗത്തിലാണെന്ന് പേരെടുത്തു പറഞ്ഞ ആ സഹാബികളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇന്നൊരുവൻ കൊണ്ടുവന്നാൽ അതെങ്ങനെയാണ് ദീനാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുൻഗാമികളുടെ മാർഗം, സഹാബത്തിന്റെ മാർഗം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളുമായി മുനാദറക്ക് പോയപ്പോൾ, അവരുമായി ഡിബേറ്റിന് പോയപ്പോൾ, ഡിബേറ്റ് പൊതുവെ അഹ്ലുസുന്ന വിമർശിക്കുന്നതാണ്, പക്ഷേ ഭരണാധികാരിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അത്തരത്തിൽ നടത്താം. ഇമാം അജുദി റഹിമഹുല്ലാഹ് വിശദീകരിച്ചതുപോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ അലി ഇബ്നു അബി താലിബിന്റെ നിർദ്ദേശപ്രകാരം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഖവാരിജുകളുമായി മുനാദറക്ക് പോയ സമയം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? നോക്കൂ നിങ്ങൾ, സഹാബത്തിന്റെ ഫഹ്മ് നമുക്ക് ദീന മനസ്സിലാക്കാൻ ഏറ്റവും വലിയ മാനദണ്ഡമാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് അവരോട് പറഞ്ഞു, വലൈസ ഫീകും മിൻഹും അഹദ്, ഞാനിതാ നിങ്ങളോട് സംസാരിക്കാൻ വരും. ഖവാരിജുകൾ അന്ന് ആയത്തുകൾക്കാണ് തെളിവ് പിടിച്ചത്. ഖവാരിജുകളുമായുള്ള മുനാദറ നിങ്ങൾ നോക്കിയാൽ അവരുടെ വാദത്തിന് തെളിവായി അവർ കൊണ്ടുവന്നത് ഖുർആനിലെ ആയത്തുകളാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ ഒരാളെ പോലും നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ആയത്തൊക്കെ ഇങ്ങനെ ഓതിയാലും ഇത് ഇങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ മനസ്സിലാക്കിയതാണ് ശരി, അങ്ങനെ നീ മനസ്സിലാക്കണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിന്റെ മാർഗം അതാണ് നമുക്ക് ഏറ്റവും വലിയ പിടിവള്ളി എന്ന് പറയുന്നത്. ഒരാൾക്കും വലാലത്ത് കൊണ്ടുവന്ന് അതിലേക്ക് ചേർക്കാൻ പറ്റില്ല. ഖുർആനിന്റെ ആയത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹദീസുകൾ, അതിനൊരു പക്ഷേ അറബി ഭാഷയിൽ ഇങ്ങനെ അർത്ഥമുണ്ട്, ഇങ്ങനെ സൂചനയുണ്ടെന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞേക്കാം. പക്ഷേ സഹാബത്തിന്റെ ജീവിതത്തിൽ ഈ ആയത്തനുസരിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അബൂ അബ്ദുറഹ്മാൻ അസ്സുലമിയൊക്കെ പറഞ്ഞ സഹാബികൾ ഒരായത്ത് ലഭിച്ചാൽ അതനുസരിച്ച് അമൽ ചെയ്യും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി എന്ന ആയത്ത് അവർക്ക് ലഭിച്ചുവെങ്കിൽ, അതിൽ നബിദിന ആഘോഷമുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ അമൽ ചെയ്യണമായിരുന്നു. അതല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇന്നിവർ ഈ പറയുന്ന ആശയം അന്ന് സഹാബികൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വരും. സഹാബികൾ അതനുസരിച്ച് അമൽ ചെയ്തില്ല എന്ന് പറയും. പിന്നെ ചില തീരെ ബുദ്ധിയില്ലാത്ത ചില ആളുകൾ വന്നിട്ട് എന്ന് പറയും, അവർ ചെയ്തില്ല എന്ന് തെളിവുണ്ടോ? അതല്ല തെളിവ് വേണ്ടത്. ഇബാദത്തുകളിൽ തെളിവ് വരേണ്ടത് ചെയ്യാം എന്നുള്ളതിനാണ്, ചെയ്തില്ല എന്നതിനല്ല. അതല്ലെങ്കിൽ ഞാൻ പറയാണ്, നാളെ മുതൽ നമുക്ക് ളുഹറിനും അസ്റിനും ഇടയിൽ ഒരു 12 റക്അത്തുള്ള നിസ്കാരം ഫിക്സ് ചെയ്യാം. ഈ നിസ്കാരം നമുക്ക് നിസ്കരിക്കാം. ഇത് ചെയ്തില്ല എന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാലോ? ദീനിൽ ഇബാദത്തുകളിൽ എപ്പോഴും നോക്കുക, ഇത് ചെയ്യാം എന്ന് ഇസ്ലാം പറയണം, ഇത് ചെയ്യാം എന്ന് പറയണം ഇബാദത്തുകളിൽ. അതല്ലാതെ അതില്ല, അത് ചെയ്യാൻ പാടില്ല എന്നല്ല തെളിവ് വരേണ്ടത്. മറിച്ച് ഒരു ഇബാദത്ത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ 12 റക്അത്ത് നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ തെളിവാണ് ഞാൻ കൊണ്ടുവരേണ്ടത്.
അതിന്റെ തെളിവ് എനിക്ക് കൊണ്ടുവരാൻ പറ്റണം. ഒരാളത് വിമർശിക്കുമ്പോൾ അത് പാടില്ല എന്ന് തെളിവുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ദീനിൽ ആർക്കും എന്തും ഉണ്ടാക്കാം. നാളെ ഒരാൾ വന്നിട്ട് വേറൊരു കാര്യം പറയാം, നാളെ മറ്റൊരാൾ വന്നിട്ട് പറയാണ് ഇന്ന കാര്യത്തിൽ ദീനിൽ ഇന്നതാണ് വിധി, ആർക്കും എന്തും പറയാം. അതുകൊണ്ട് ദീനിൽ ഇബാദത്തുകളിൽ പ്രിയപ്പെട്ടവരെ സഹാബത്തിന്റെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക. അവരെങ്ങനെയാണോ ആയാത്തുകൾ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ ഹദീസുകൾ മനസ്സിലാക്കിയത്, അത് ജീവിതത്തിൽ നാം മുറുകെ പിടിക്കാൻ തയ്യാറാവുക. സഹാബത്തിന്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് തന്നെയാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ നൽകുക, അള്ളാഹുവിന് മാത്രം ആരാധനകൾ നൽകുക, ബലിയർപ്പിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം, നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രം, സുജൂദ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം, മഴയെ ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം. ഇബാദത്തുകളുടെ ഏതേദിനങ്ങൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ, ഒരു സൃഷ്ടികൾക്കും നൽകാൻ പാടില്ല. രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്, മനുഷ്യർക്കെല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിന് മാത്രം ഖാസായ കാര്യങ്ങൾ അതൊരിക്കലും സൃഷ്ടികൾക്ക് നൽകാൻ പാടില്ല. ശൈഖ് അബ്ദുസ്സലാം ഇവിടെ പറഞ്ഞതായി കാണാം, നതഅസ്സഫ് അലാ മൻ യുഹഖിറു അംറ തൗഹീദ്. ചില ആളുകളൊക്കെ തൗഹീദിനെ നിസാരവൽക്കരിക്കും, അവരുടെ കാര്യമോർത്ത് നമുക്ക് വേദനയാണ്. ഫയഖൂലു, അവർ പറയും, ലിമ ഹാദൽ ഇഹ്തിമാമു ബിത്തൗഹീദ്, എന്തിനാണ് തൗഹീദിന്റെ വിഷയത്തിൽ ഇങ്ങനെ ശ്രദ്ധ കാണിക്കുന്നത്? എപ്പോഴും നിങ്ങൾക്ക് തൗഹീദേ പറയാനുള്ളൂ, എപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഇത് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില രാഷ്ട്രീയ സംഘടനകൾ മുസ്ലിമീങ്ങളുടെ പേരിലേക്ക് ചേർത്തപ്പെടുന്ന ചില സംഘടനകൾ പറയും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്, മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഇതൊക്കെ നടക്കുമ്പോഴും നിങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഷിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യണം, ഇതാണോ പറയാനുള്ളത്? ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളില്ല, ഇല്ല, നമുക്കതില്ല. ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്ക ജീവിതത്തിൽ 23 വർഷ കാലയളവിൽ മക്കയിൽ ജീവിച്ച 13 വർഷത്തിൽ 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് തൗഹീദ് മാത്രമായിരുന്നു. അന്ന് നാം ഈ കാണുന്ന ഇസ്ലാമിന്റെ വിധിവിലക്കുകളിൽ, ശരീഅത്തിന്റെ അഹ്കാമുകളിൽ പലതും വാജിബായിരുന്നില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്ന ആശയം തൗഹീദാണ്. അവിടെ ബിലാൽ ആക്രമിക്കപ്പെടുന്നുണ്ട്, സുമയ്യ റളിയല്ലാഹു അൻഹ കൊല്ലപ്പെടുന്നുണ്ട്, സുഹൈബ് റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, പലതും സംഭവിക്കുന്നു. ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ആദ്യകാലം മക്കയിൽ ഇസ്ലാം ജീവിച്ച 7 ആളുകളിൽ അബൂബക്കറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒഴികെ ബാക്കി 5 പേരെയും കഠിനമായി അവരുടെ കുടുംബങ്ങൾ പീഡിപ്പിച്ചിരുന്നു. ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് സംസാരിച്ചു. മുസ്ലിമീങ്ങൾ പല രൂപത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് സംസാരിച്ചു. അതാണ് നമ്മുടെ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞു, മുആദേ, താങ്കൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ഇലാ അയ്യുവഹിദുല്ലാഹ്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണ്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്താണ്. ഇതാണ് നിന്റെ ആദ്യ സംസാരം, ഇതാണ് നമ്മുടെ മാതൃക. മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾക്ക് പീഡനം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക, നമുക്ക് സാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പറയുക. പക്ഷേ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പരിഗണന എന്ന് പറയുന്നത് തൗഹീദിന്റെ തന്നെയാണ്. ഇത് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവത്തിൽ നാം വിഷയം മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നാളെ ഒരുവൻ അള്ളാഹുവിന്റെ മസ്ജിദുൽ ഹറാമിൽ, മക്കയിൽ മസ്ജിദുൽ ഹറാമിന്റെ സമീപം വന്ന് കഅബാലയത്തിന്റെ കല്ലുകൾ ഓരോന്നായി പൊട്ടിച്ചാലും, അവിടെ വെച്ചുകൊണ്ട് സ്വന്തം മാതാവിനെ വിഭജിച്ചാലും, അവിടെ വെച്ചുകൊണ്ട് അവിടെ വരുന്ന ഹാജിമാരെ കൊന്നുകളഞ്ഞാലും, അവിടെ വെച്ച് മദ്യപിച്ചാലും, അവിടെ വെച്ച് സകല തിന്മകളും അവൻ ചെയ്താലും, അതിനേക്കാളും അള്ളാഹുവിങ്കൽ ഗൗരവമായത് ശിർക്ക് ചെയ്യുക എന്ന് പറയുന്ന പാപമാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്ന പാപമാണ്. രാത്രി സമയങ്ങളിൽ മുഴുവൻ നിസ്കരിച്ചാലും, പകൽ സമയങ്ങളിൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചാലും, അവന് സാധിക്കുന്ന അത്രയും സൽക്കർമ്മങ്ങൾ അവൻ ചെയ്താലും, എത്രയേറെ അവൻ സദഖകൾ ചെയ്താലും, അള്ളാഹു അല്ലാത്തവരിൽ പങ്കുചേർക്കുന്നെങ്കിൽ അള്ളാഹു പറയുന്നു, പ്രവാചകന്മാരെ പറഞ്ഞ ശേഷം, ലൗ അശ്റകൂ, അവർ ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ അമലുകൾ അള്ളാഹു പൊളിച്ചു കളയുന്നതാണ്. അള്ളാഹു പൊളിച്ചു കളയും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ ആ അവസ്ഥയിൽ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവർക്ക് മാപ്പ് നൽകുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്കിന്റെ വിഷയത്തിൽ നാം ഗൗരവം കാണിക്കുക. ബിദ്അത്തുകളുടെ വിഷയം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ, ഇത് ദീനാണെന്ന് പറയുന്നെങ്കിൽ അതിനെതിരെ ശക്തമായി നമ്മൾ നിലകൊള്ളുക. നമുക്ക് പറയാനുള്ളത് തൗഹീദാണ്, നമുക്ക് പറയാനുള്ളത് സുന്നത്താണ്, അതിന്റെ വക്താക്കളാണ് നമ്മൾ. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അത് പാടില്ല. അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിനോട് മാത്രം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന ധ്യാപനത്തിന്റെ അതിന്റെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും.
അവരോട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് മാത്രം നൽകേണ്ട എത്ര കാര്യങ്ങളാണ് ഇന്ന് സൃഷ്ടികളോട് ചോദിക്കപ്പെടുന്നത്. ഔലിയാക്കളോട്, ദർഗകളുടെ മുമ്പിൽ അള്ളാഹുവിന് മാത്രം നൽകേണ്ട സുജൂദികൾ ദർഗകളിൽ വന്ന ആളുകൾ ചെയ്യും. റുകൂഉകൾ ദർഗകളുടെ മുമ്പിൽ ആളുകൾ വന്ന് ചെയ്യുന്നു. സൃഷ്ടികളോട് ദുആ ചെയ്യുന്നു. എത്ര ഗൗരവമുള്ള കാര്യമാണ്. വേങ്ങര പ്രദേശത്ത് താമസിച്ച ഒരു വലിയനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട മഴയെക്കുറിച്ച് അവരോട് ചോദിക്കുന്നു. അവർ വൃത്തികേടുകൾ കാണിക്കുന്നു. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നു അവർ വലിയാണ്. ലോകം നിയന്ത്രിക്കുന്ന CM മടവൂരാണെന്ന് എല്ലാ സ്ഥലങ്ങളിലും സ്റ്റേജ് കെട്ടുകൊണ്ടുകൊടുക്കുന്നത് ആളുകൾ പ്രസംഗിക്കുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഗൗരവം വരുന്നില്ല എങ്കിൽ തൗഹീദിന്റെ വിഷയം പ്രിയപ്പെട്ടവരെ നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നു, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, വിഗ്രഹാരാധനയെ തൊട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നീ സംരക്ഷിക്കണമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ. ഇബ്നു ജരീറിന്റെ തഫ്സീരിൽ കാണാം, ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം നബി അങ്ങനെ ഭയന്നുവെങ്കിൽ അതിനുശേഷം ആർക്കാണ് നിർഭയരായിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷിർക്കിന്റെ സംസാരങ്ങൾ, ഷിർക്കിന്റെ പ്രവർത്തനങ്ങൾ, കുഫറിന്റെ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അതിനെ നാം കരുതിയിരിക്കുക. അത് പല രൂപത്തിലായിരിക്കാം. നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടത്തിന്റെ രൂപത്തിലായിരിക്കാം, ചികിത്സകളുടെ രൂപത്തിലായിരിക്കാം, ഇസ്ലാം അനുവദിക്കാത്ത ചികിത്സയുടെ പേരിൽ, ഇസ്ലാമോ അല്ലെങ്കിൽ ആധുനിക സയൻസോ അംഗീകരിക്കാത്ത ചില ചികിത്സകൾ, അതൊക്കെ രോഗം മാറ്റാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞ് ചൈനയിലും മറ്റും ആളുകൾ ആരാധിക്കുന്ന രൂപങ്ങളും മറ്റും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അതിനേതെങ്കിലും ഒരു പേരും വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് കൊണ്ടാവാം ഷിർക്ക് കടന്നു വരുന്ന മാർഗങ്ങൾ. അതിനെ നാം കരുതിയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു റെഡ് ലൈൻ ആയിരിക്കണം ഷിർക്ക് എന്നുള്ളത്. ഒരു കാരണവശാലും ഷിർക്കിന്റെ ഒരു സംസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഫിഫ വേൾഡ് കപ്പിന്റെ സമയം ചില ആളുകളുടെ സംസാരങ്ങൾ, ചില പ്ലെയേഴ്സിനെ കുറിച്ച് അവർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സംസാരങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചു. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്ന രൂപത്തിൽ അവരോടുള്ള സ്നേഹം, അവരോടുള്ള ഭക്തി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് എന്താണോ ഒരു മുസ്ലിം പറയുന്നത് അത് സൃഷ്ടികളെ കുറിച്ച് പറയുക. എന്താണ് കാരണം? അവർ ഒരു കളിയിൽ മികച്ചവരാണ്. അവരൊരു കളിയിൽ മികച്ചവരാണ്. ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഗൗരവത്തിൽ നാം കാണണം. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഷിർക്ക്. അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് മാത്രമല്ല ഷിർക്ക്. ആധുനിക രൂപങ്ങളിൽ പിശാച് പല മാർഗങ്ങളുമായി നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ അതിനെ നാം കരുതിയിരിക്കുക. പിശാചിന്റെ ഏജന്റുകളായി മനുഷ്യർക്കിടയിൽ പണിയെടുക്കുന്ന പല ആളുകളും ചികിത്സയുടെ രൂപത്തിൽ പല വിശ്വാസങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്കിടയിലേക്ക് വരുമ്പോൾ അതിനെ ഗൗരവത്തിൽ കാണാൻ നാം ശ്രമിക്കണം. ഏതൊരു വിഷയത്തിലും ഇടപെടുന്നതിന് മുമ്പ് ഷിർക്കിന്റെ അംശം അതിൽ അകപ്പെടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്ന വിഷയം എന്നുള്ളത് അത് തൗഹീദ് തന്നെയാണ്. അഞ്ചാമത്തെ കാര്യമായി ശൈഖ് ഇവിടെ പറഞ്ഞു, അൽ ഇഹ്തിമാമു ബിസ്സുന്നത്തി നബവിയ്യ വൽ ഹിർസു അലൽ അമലി ബിഹാ വദ്ദഅവതി ഇലൈഹാ. അഞ്ചാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുക. പ്രവാചകന്റെ സുന്നത്ത്, സുനനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുക. വൽ ഹിർസു അലൽ അമലി ബിഹാ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. വദ്ദഅവതി ഇലൈഹാ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സൂറത്തു അന്നൂറിൽ പറഞ്ഞു, വഇൻ തുതിഉഹു തഹ്തദു. നിങ്ങൾക്ക് ഹിദായത്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, നാളെ റബ്ബിന്റെ മുമ്പിൽ ശിക്ഷയില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് സ്വർഗാവകാശികളാകണമെങ്കിൽ വഇൻ തുതിഉഹു തഹ്തദു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന വിജയം നൽകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമമായി വിജയം നൽകുമെന്ന് ഉറപ്പുള്ളത് മുസ്ലിമീങ്ങൾ അതിൽ നിങ്ങൾക്ക് പെടണമെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അതിന് ശിക്ഷ അനുഭവിച്ചാലും അതിനുശേഷം അവസാനം നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വഇൻ തുതിഉഹു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയാണെങ്കിൽ തഹ്തദു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകും. ഏത് വിഷയത്തിലും പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുക. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ജഅല അല്ലാഹു അലാമത ഹുബ്ബിഹി ഇയ്യാഹും ഇത്തിബാഅഹും സുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ
അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് എന്താണ്? അള്ളാഹു അതിനെ നമുക്കിന്ന് മനസ്സിലാക്കാൻ വച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഒരുവൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രവാചകനെ നീ എത്രത്തോളം ഫോളോ ചെയ്യുന്നു അതാണ് നിനക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, സുന്നത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ്. അതുകൊണ്ടാണ് ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ കിഫായയിൽ പറഞ്ഞത്, അവ രണ്ടും തെളിവിൻ്റെ വിഷയത്തിൽ ഒരുപോലെയാണ്. ഖുർആനും സുന്നത്തും തെളിവിൻ്റെ വിഷയത്തിൽ ഒരുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹം ചെയ്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മൾ പഠിക്കുക. എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, ഭാര്യയിൽ നിന്നൊരു പിഴവ് സംഭവിച്ചാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അധ്യാപനമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നെന്ന് സങ്കല്പിക്കുക. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഇരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു പാത്രം കൊണ്ടുവന്നു. നമ്മുടെ ഭാര്യ നമ്മുടെ മുമ്പിൽ വെച്ച് ആ പാത്രം തട്ടി താഴെ ഇടുന്നു. ഗസ്റ്റ് ഇത് ശബ്ദം കേൾക്കും. സ്വാഭാവികമായിട്ട് അവരിത് അറിയും. ഭാര്യ ഇങ്ങനെ ചെയ്താൽ നമ്മൾ എങ്ങനെയായിരിക്കും ഭാര്യയോട് പെരുമാറുക? എന്തായിരിക്കും ഭാര്യയോട് നമ്മൾ സംസാരിക്കുക? അവർ ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനം ആളുകളുടെ മുമ്പിൽ വെച്ച് വഷളാക്കിയെന്ന് പറയും, ആളുകളെ മുമ്പിൽ വെച്ച് എന്നെ കുറച്ച് കാണിച്ചു എന്ന് പറയും, മര്യാദകേട് കാണിച്ചെന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നാൽ, അവിടുന്ന് ഒരിക്കൽ വീട്ടിലായിരിക്കെ അവിടുത്തെ ഒരു ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭക്ഷണം കൊടുത്തയച്ചു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം അവിടുത്തെ അടുത്തേക്ക് എത്തിയപ്പോൾ ആരുടെ വീട്ടിലാണോ ഉണ്ടായിരുന്നത് ആ ഭാര്യ ആ പാത്രം തട്ടി താഴെ ഇടുന്നു. ആ പാത്രം വീട് പൊട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താഴെ ഇരുന്നു ആ പാത്രത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രങ്ങളുടെ കഷ്ണങ്ങൾ എടുത്തു. ശേഷം അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, ഗാറത്ത് ഉമ്മുക്കും, ആയിഷക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊന്നും പറഞ്ഞില്ല, വേറെ ഒരു സംസാരിച്ചില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള പാത്രം എടുത്ത് വന്ന ആളുടെ കയ്യിൽ കൊടുത്ത് ആ പൊട്ടിയ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ അവിടെ വെച്ചു. വിഷയം അവിടെ അവസാനിച്ചു. നോക്കൂ നിങ്ങൾ, ഈ ഒരു അധ്യാപനം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഭാര്യയോട് അനാവശ്യമായി കോപിക്കുന്നവർ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഏത് വിഷയത്തിലും പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയാണ്. ഏത് വിഷയത്തിലും നമുക്ക് മാതൃകയാണ്. ഏത് വിഷയം നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിലും, കച്ചവടം ഇടപാടാകട്ടെ, സുഹൃത്തുക്കളുമായുള്ള ബന്ധമാകട്ടെ, നമ്മൾ പരസ്പരം നമുക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും, സുഹൃത്തുക്കളുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അവരോട് പെരുമാറാറുണ്ടായിരുന്നത്? ഒരിക്കൽ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദിൽ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അയൽവാസി സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സഅദേ, സാബിത്ത് 1-2 ദിവസമായാലും മസ്ജിദ് വന്നിട്ട് എന്താ പ്രശ്നം? സഅദ് പറഞ്ഞു, പ്രവാചകരെ, അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് എനിക്കറിയില്ല, ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെ അന്വേഷിച്ചു. വീട്ടിലേക്ക് പോയി. സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രവാചകൻ താങ്കളെക്കുറിച്ച് ചോദിച്ചിരുന്നു, താങ്കൾ 1-2 ദിവസമായില്ലേ മസ്ജിദിൽ വന്നിട്ട്, എന്താ കാര്യം? സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിച്ചില്ലേ, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാളും ശബ്ദമുയർത്തരുതെന്ന ആയത്ത്. നിങ്ങൾക്കറിയില്ല, എൻ്റെ ശബ്ദം വലിയ ശബ്ദമാണ്, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഉയർന്നു പോകും, അത് കാരണത്താൽ എൻ്റെ അമലുകൾ അത് നശിച്ചു പോകുമോ എന്നെനിക്ക് ഭയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരാത്തത് എന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകനെ, ഇതാണ് സാബിത്തിന്റെ ന്യായം, അദ്ദേഹത്തിന് പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് പറഞ്ഞു, ബൽ സാബിത്ത് മിൻ അഹ്ലിൽ ജന്ന, സാബിത്തിനോട് പറഞ്ഞേക്ക് അയാൾ സ്വർഗ്ഗാവകാശിയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ മസ്ജിദിൽ കാണാതിരിക്കുമ്പോൾ അയാളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇന്ന് ചില ആളുകൾ, അവരുമായി ബന്ധം വെക്കുന്ന ആളുകൾ, അവരോട് നല്ല സൗഹൃദം കാണിക്കുന്ന സുഹൃത്തുക്കൾ, അവരോട് മാത്രം ബന്ധം വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നിങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാതൃകകൾ കാണിച്ചു തന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ പ്രവാചകൻ കാണുന്നു. അവിടുത്തോട് ചോദിക്കുന്നു, യാ ജാബിർ മാലി അറാക കഈബ, ജാബിർ, എന്താണ് മുഖത്തൊരു വിഷമം? ഈ രൂപത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിക്കാൻ തയ്യാറാവുക. ഏത് വിഷയത്തിലും പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമുക്ക് കണ്ടെത്താം, സഹാബത്തിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കണ്ടെത്താം. അതാണ് വിജയത്തിന്റെ മാർഗം. കേവലം അഖീദയിൽ മാത്രമല്ല, മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല പറഞ്ഞതുപോലെ, മുൻഗാമികൾ കാനു യതഅല്ലമൂനൽ ഹദി കമാ യതഅല്ലമൂനൽ ഇൽം, ഇൽമ പഠിക്കുന്നത് പോലെ തന്നെ അവരുടെ ജീവിത രീതികൾ പഠിക്കാൻ മുൻഗാമികൾ ശ്രമിക്കുമായിരുന്നു. അവിടുത്തെ ജീവിത രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുന്നവർ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, അന്ന് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറാവുക. ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി മുഹമ്മദ് ബിൻ നസ്ർ അൽ മർവസി അദ്ദേഹത്തിന്റെ സുന്നയിൽ ഉദ്ധരിക്കുന്നതായി കാണാം, അസ്സുനൻ ഫഇന്ന അസ്സുനന ഖിവാമുദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ കാര്യത്തിൽ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധ കാണിക്കുക. അതാണ് ദീനിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മുടെ മക്കളുടെ തർബീയത്തിൽ, ചെറിയ മക്കൾക്ക് പഠിപ്പിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ അവർക്ക് നാം പറഞ്ഞു കൊടുക്കുക. പെൺകുട്ടികൾക്ക് ഹിജാബിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവിടുന്ന് സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, അവിടുന്ന് അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമുണ്ടാകാൻ, പ്രവാചകനോട് ഇഷ്ടമുണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അവർക്ക് നാം പകർന്നു നൽകുക. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ചരിത്രം നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നമ്മൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും, ഇന്നെന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത്, ഭൗതികമായി എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ അള്ളാഹുവിനുള്ള സ്ഥാനം എന്താണ്? അവരുടെ മനസ്സിൽ റസൂലിനുള്ള സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാബ് ധരിക്കാൻ പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ ഖുർആനിൽ അതിനുള്ള നിർദ്ദേശമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഹിജാബ് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാം നിർദ്ദേശിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാതെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്? പലർക്കും ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്നറിയില്ല. പല മക്കൾക്കും അതിനെക്കുറിച്ച് ബോധം നമ്മൾ നൽകിയിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, പല കുട്ടികളും മോശമാകാനുള്ള കാരണം മാതാപിതാക്കളുടെ തർബീയത്ത് മോശമാകുന്നത് കൊണ്ടാണ്. നമ്മുടെ മക്കൾ എന്ത് പഠിക്കുന്നു? നമ്മുടെ മക്കൾ അവരുടെ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവർ പഠിച്ചു വരുന്നത്? എന്തൊക്കെയാണ് അവർ പഠിക്കുന്നത്? അവരുടെ കൂട്ടുകെട്ട് എന്താണ്? ഇത് നമ്മൾ അന്വേഷിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള മഹബ്ബത്ത് അവരുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പകർന്നു നൽകാൻ നമുക്കാകണം. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറയാറുള്ളതായി നമുക്ക് കാണാം, മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെയാണ് അബൂബക്കറിനോടും ഉമറിനോടുള്ള ഇഷ്ടം അവർ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. ഖുർആനിലുള്ള ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് സൂറത്തുൽ ഫാത്തിഹയും മറ്റൊക്കെ പഠിപ്പിക്കാൻ എത്രമാത്രം എഫേർട്ട് ഇടുമോ അതുപോലെയാണ് അബൂബക്കറിനെ സ്നേഹിക്കണം, ഉമറിനെ സ്നേഹിക്കണം എന്ന ആശയം അവരുടെ മക്കളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കാറുള്ളത് എന്ന് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അങ്ങനെയാണ് അബൂബക്കറിന്റെയും ഉമറിന്റെയും വിഷയത്തിൽ അവർ ശ്രദ്ധ കാണിച്ചതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് അവരുടെ മനസ്സിൽ കൊണ്ടുവരാൻ എത്രമാത്രം അവർ ശ്രമിച്ചിട്ടുണ്ടാകും. ഇന്ന് മുസ്ലിം ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന സ്നേഹം എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന സൽസ്വഭാവങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരോട് നാം സ്വീകരിക്കേണ്ട മര്യാദകൾ നമ്മുടെ മക്കൾക്ക് നാം പറഞ്ഞു കൊടുക്കുക. അവിടുത്തെ ജീവിതം, സുന്ദരമായ അധ്യാപനങ്ങൾ അത് അവർക്ക് നാം പകർന്നു നൽകുക. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പല പ്രയാസങ്ങളും അതോടുകൂടി ഇല്ലാതാകും. ഇന്ന് പലർക്കും സ്ട്രെസ്സാണ്. ഒരു എക്സാമിൽ ഫെയിലാകുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുന്നവർ, എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ അത് സഹിക്കാൻ സാധിക്കാത്തവർ, എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല, ആത്മഹത്യയിലേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എങ്ങാനും ഒരാൾ പഠിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഷറുകളിലേക്ക് ആളുകൾ പോവുകയില്ല, ഇത്തരത്തിലുള്ള വഴികേടുകളിലേക്ക് ആളുകൾ പോവുകയില്ല. ചില മാതാപിതാക്കൾ പറയും, മക്കൾ എത്ര പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. എന്താ കാരണം? ചെറുപ്പത്തിൽ നീ അവൻ്റെ മനസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുക മാതാപിതാക്കൾ ആരാണെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ, പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ, എത്ര തന്നെയായാലും ഇസ്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റം പോലെ മറ്റൊന്നിനും മാറ്റമുണ്ടാക്കാൻ സാധ്യമല്ല. ഇസ്ലാം ഒരു വ്യക്തിയിൽ മാറ്റമുണ്ടാക്കുന്നത് പോലെ മറ്റൊന്നിനും ആ മാറ്റമുണ്ടാക്കാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം ചരിത്രം പഠിപ്പിച്ചതാണ്. സഹാബത്തിന്റെ ചരിത്രം ഏറ്റവും വലിയ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദഅവത്തുമായി കടന്നു വരുന്നതിന് മുമ്പ് സഹാബത്തിന്റെ ജീവിതം എന്തായിരുന്നു? വൃത്തികേടുകളിൽ ജീവിച്ചവർ, മദ്യത്തിനും അതുപോലെ പെണ്ണിനും അടിമയായി ജീവിച്ചവർ, നിസാര കാര്യങ്ങളിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തവർ, തങ്ങളുടെ സൗഹൃദങ്ങളോട്, തങ്ങളുടെ അയൽവാസികളോട് നിസാര കാര്യങ്ങളിൽ വർഷങ്ങളോളം യുദ്ധം പ്രഖ്യാപിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുമായി വരുന്നു. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? പിന്നെ മാറിയത് എങ്ങനെയാണ്? ഇന്ന് അവരുടെ പേരുകൾ നാം കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും,
വറദു അൻ എന്ന് നാം പറയുന്ന രൂപത്തിൽ, അവരുടെ പേരുകൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രൂപത്തിൽ അവരുടെ അവസ്ഥയെ മാറ്റിയത് എന്തായിരുന്നു? ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. ഈ അധ്യാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീട്ടിൽ മുസ്ഹഫുകളുണ്ട്, നമ്മുടെ അരികിൽ ഹദീസിന്റെ കിതാബുകളുണ്ട്. ഈ അധ്യാപനങ്ങൾ, പ്രവാചക ജീവിത ചരിത്രങ്ങൾ, സഹാബത്തിന്റെ ചരിത്രം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ വീട്ടിലുള്ള ഉമ്മാക്ക്, ഉപ്പാക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് കൊണ്ടുവരുന്ന മാറ്റം പോലെ മറ്റൊന്നിനും കൊണ്ടുവരാൻ സാധ്യമല്ല. അള്ളാഹുവിനോടുള്ള ഭയഭക്തി, അവരോടുള്ള ഖുശൂ ഒരു മനസ്സിൽ കയറി കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം എന്ന് പറയുന്നത് നിസാരമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ബഹുമാനിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. അതായിരുന്നു സഹാബത്തിന്റെ മാർഗം, അതായിരുന്നു താബിഈങ്ങളുടെ മാർഗം. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു കുടുംബക്കാരനെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ അവർ ചെറിയ ചെറിയ കല്ലുകളെടുത്ത് വിരലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ആളുകൾക്ക് നേരെ എറിയുകയാണ്. ചെറിയ കല്ലെടുത്ത് വിരലുകൾക്കിടയിൽ വെച്ച് ആളുകൾക്ക് നേരെ എറിയുന്നു. അദ്ദേഹം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖദ്ഫ്, പ്രവാചകൻ ഇങ്ങനെ ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. കാരണം ആളുകളുടെ കണ്ണിൽ തട്ടിയാൽ കണ്ണ് പൊട്ടാൻ സാധ്യതയുണ്ട്, അത്തരത്തിൽ അവർക്ക് മുറിവുകളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പോയി. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഈ കുടുംബക്കാരൻ വീണ്ടും അത് തന്നെ ചെയ്യുന്നു. അദ്ദേഹം ആ കുടുംബക്കാരനോട് പറഞ്ഞു, ഉഹദ്ദിസുക അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ, ഞാൻ നിന്നോട് പറഞ്ഞത് എന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ വിലക്കിയിട്ടുണ്ടെന്നല്ലേ, പിന്നെയും അത് ചെയ്യാൻ നീ തയ്യാറാവുകയാണോ? ലാ ഉഹദ്ദിസുക അബദ, അതുകൊണ്ട് ഇനി ഒരിക്കലും നിന്നോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അതിനവർ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന വില എത്രമാത്രമായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് ഒരിക്കൽ മോശമായ ഒരാൾ സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി പരിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹു ഓതി കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുന്ന ആയാത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു. ഹദീസുകളിൽ കാണാം, ആഥാറുകളിൽ കാണാം, കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, ഖുർആൻ ഓതപ്പെട്ടാൽ ഉമറിന് അതിനുശേഷം ഒരു ശബ്ദമില്ല, അവിടെ ഉമർ നിൽക്കും. ഹിജാബ് ഇടാതെ പുറത്തു പോകുന്ന പെണ്ണിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം നീ ഹിജാബ് ധരിക്കാനാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ അവളുടെ ഈമാൻ പാകപ്പെടണം. അതിന് സാധിക്കണമെങ്കിൽ ചെറുപ്രായം മുതൽ അവളുടെ മനസ്സിൽ അള്ളാഹുവിനോടും റസൂലിനോടും മഹബത്ത് ഉണ്ടാകണം. അവരോട് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആവുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു സിനിമാ നടൻ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിക്കുമ്പോഴേക്ക് അതാണ് പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണിച്ചു തന്ന വസ്ത്ര രീതികളുണ്ട്. എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. വസ്ത്രത്തിനുണ്ടാകേണ്ട വിശേഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്നു. നാം ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്താണെന്ന് പറഞ്ഞു തന്നു. അതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ റോൾ മോഡൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. അതല്ലാതെ ഏതെങ്കിലും ആധുനിക കാലം ജീവിക്കുന്നവർ അവർ ചെയ്യുന്ന വൃത്തികേടുകൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടവരല്ല നമ്മൾ. പിശാച് ഇതൊക്കെ നമുക്ക് വലിയ നല്ല കാര്യമായി തോന്നിപ്പിച്ചേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവർ, മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ, അവരൊരിക്കലും ഈ മാർഗത്തിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് നാം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറാവുക. നേരത്തെ ഇമാം മാലിക്കിന്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനോടും ഉമറിനോടുള്ള സ്നേഹം മുൻഗാമികൾ പഠിപ്പിക്കുമായിരുന്നു. ഇത് നാം ജീവിതത്തിൽ ഇന്ന് പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുത്ത് മടങ്ങണം. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് നാം ഒരു തീരുമാനം എടുക്കുക. അവർക്ക് മുൻഗാമികളുടെ ചരിത്രം പഠിക്കാൻ എന്തെങ്കിലും ഒരു തർത്തീബ് ഞാൻ ഉണ്ടാക്കി വെക്കും. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് അവരുടെ ദുആകൾ നിങ്ങൾക്ക് എത്തും. അവർ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഉന്നതമായ സ്ഥാനങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് സ്ഥാനം നൽകാൻ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നാം പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളവരെ ഖുർആൻ പഠിപ്പിച്ച് നൽകിയാൽ, നിങ്ങളവർക്ക് അള്ളാഹുവിനോടും റസൂലിനോടുള്ള ബഹുമാനം പഠിപ്പിച്ച് നൽകിയാൽ, ഒരു ഹദീസ് ഞാൻ നിങ്ങളെ ഉണർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരലോകത്തെത്തിയാൽ ഖുർആൻ പഠിച്ച ആളുകൾ അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അല്ലാഹു അവർക്ക് ധരിപ്പിച്ചു നൽകും. ഈ ദുനിയാവും, നമ്മൾ ഇന്ന് ഈ ഓടുന്നത് എന്തിനാണ്? ഒരു 10 സെന്റ് വാങ്ങിക്കാൻ, 1 ഏക്കർ വാങ്ങിക്കാൻ, 2 ഏക്കർ വാങ്ങിക്കാൻ. ദുനിയാവിൽ ഏറ്റവും വലിയ കോടീശ്വരൻ, അവന്റെ ആസ്തി എത്രയാണ്? അതൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവർ അല്ലാഹുവിനോട് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ? ഹദീസുകൾ നമ്മൾ വിശ്വസിക്കും. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ അറിവ്,
അവിടുന്ന് അവർ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ ബിമ കുസീന ഹാദി, എന്തിനാണ് നമുക്ക് ഈ വസ്ത്രം, എന്തിനാണ് നമുക്ക് ഈ വസ്ത്രം? അവരോട് പറയും, ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിന്റെ മക്കൾ ഖുർആൻ പഠിച്ചത് കാരണത്താൽ. നീ നിന്റെ മകനെ ഖുർആൻ ഹാഫിളാക്കിയാൽ നിനക്ക് പരലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമസ് സാഅ വരെ ഈ ഭൂമിയിൽ ജീവിച്ച സകലരും അവരുടെ മുന്നിൽ വെച്ച് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനിരിക്കുന്ന വസ്ത്രം. ഖുർആൻ പഠിച്ചവർ ചില റിവായത്തുകളിൽ കാണാം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ വഖാർ നൽകും, അവർക്ക് അല്ലാഹു കിരീടം നൽകും. സൃഷ്ടികൾ സകലരും നിൽക്കുമ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാകും, എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, ദുനിയാവിൽ ഉന്നതമായ ശമ്പളം വാങ്ങിക്കുന്നവരുണ്ടാകും, ലക്ഷങ്ങളും കോടികളും മാസത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ മഹത്വം അംഗീകരിക്കുന്നവർ, ഈ മഹത്വം ലഭിക്കുന്നവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിന്റെ മാർഗത്തിൽ ജീവിതം ചെലവഴിക്കുകയും ചെയ്യുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാഹ് ഖുർആൻ പഠിപ്പിക്കാനിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ. അദ്ദേഹം ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലം വരെ ഖുർആൻ പഠിപ്പിച്ചു. ഹാഫിദ് ഇബ്നു കസീർ ഫളായിലുൽ ഖുർആനിൽ പറയുന്നു, 70 വർഷത്തോളം ഖുർആൻ പഠിപ്പിക്കാൻ അവർ സമയം മാറ്റിവെച്ചു. എന്താണ് കാരണം? നാളെ പരലോകത്ത് സൃഷ്ടികൾക്കിടയിൽ നിനക്ക് ലഭിക്കാനിരിക്കുന്ന വസ്ത്രം, നിന്റെ തലയിൽ അണിയിക്കപ്പെടാനുള്ള കിരീടം, അതിന്റെ വില എന്ന് പറയുന്നത് ഭൂമിയും ഈ കാണുന്ന സകല വസ്തുക്കളെക്കാളും വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ അതിനെ നാം സ്വീകരിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്ന ഗൗരവമുള്ള വാക്കുകളായി അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അനുസരിച്ച് ജീവിക്കാൻ, യഥാർത്ഥ ഹദീസുകളെ ബഹുമാനിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ഉസൂലുകൾ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാര ശേഷം നമുക്ക് പൂർത്തീകരിക്കാം. അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളോട് അവസാനമായി ഉണർത്താനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ തൗബ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഈ പറഞ്ഞ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എളുപ്പമാണ്, പക്ഷേ പിശാച് നമുക്കത് ഭാരമാക്കി തോന്നിക്കും. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഉസൂലുകൾ മനസ്സിലാക്കി ഈ പറഞ്ഞ വിഷയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.